നമസ്കാരം. ഇന്ന് ഈ വെബിനാറിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ സമയം കണ്ടെത്തി പങ്കെടുക്കുന്ന പൊതുജനങ്ങൾക്കും പാർക്കിൻസൺസ് രോഗികൾക്കും അവരെ പരിചരിക്കുന്ന കെയർ ഗീവേഴ്സിനും കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എന്റെ പേര് നന്ദന. ഡോക്ടർ കെ വി വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഡിജിറ്റൽ കോർഡിനേറ്റർ ആണ്. ഇന്നത്തെ വെബിനാറിന്റെ ഹോസ്റ്റായി നിങ്ങളോടൊപ്പം ചേരാൻ കഴിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇന്നത്തെ വെബിനാറിന്റെ വിഷയം പാർക്കിൻസൺ ചികിത്സയിൽ ആയുർവേദത്തിന്റെ പങ്ക് എന്ത് എന്നതും അതോടൊപ്പം റിസർച്ച് ബാക്ക്ഡ് ആയിട്ടുള്ള പാർക്കിൻസൺ സൊല്യൂഷനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നതാണ്. ഈ വെബിനാർ പാർക്കിൻസൺ രോഗത്തിന്റെ ബോധവൽക്കരണവും അവബോധവുമാണ് ലക്ഷ്യമിടുന്നത്. പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസുകളിൽ ഉൾപ്പെടുന്ന പാർക്കിൻസൺസ് രോഗത്തിന്റെ പരിചരണത്തിനും രോഗി കേന്ദ്രീകൃതമായ ചികിത്സയ്ക്കും ഇന്റഗ്രേറ്റീവ് ആയുർവേദ മെഡിസിനുമായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച വയാംസിലെ വിദഗ്ധരെ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ വെബിനാറിലെ ഫാക്കൽറ്റികളെ ഒന്ന് പരിചയപ്പെടുത്താം. ഡോക്ടർ വിജിത് കെ വി, ചീഫ് ഫിസിഷ്യൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അറ്റ് വയാംസ്. ഡോക്ടർ നീതു എസ് ജിത്ത്, ഡയറക്ടർ ആൻഡ് വിമൻ വെൽനസ് എക്സ്പേർട്ട് ഇൻ പാർക്കിൻസൺ ഡിസീസ്. ഇവരുടെ അറിവും അനുഭവവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ കൂടുതൽ അർത്ഥവത്തും പ്രയോജനപ്രദവുമായി മാറുന്നതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അത്യന്തം ആദരവോടെയും അതിലുപരി സന്തോഷത്തോടെയും ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ആദരണീയനായ വയാംസ് ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിജിത് കെ വിയെ ഞാൻ ഈ വെർച്വൽ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. താങ്ക് യു നന്ദന ഫോർ ദ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ പാർക്കിൻസൺസ് രോഗത്തിന്റെ അല്ലെങ്കിൽ പാർക്കിൻസൺസ് രോഗത്തിന്റെ ചികിത്സയിൽ ആയുർവേദത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഹെഡ്ലൈൻ. എന്നിരുന്നാൽ പോലും ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഫലവത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മൈഡോപ്പ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ആക്ഷൻ, മെക്കാനിസം. നമ്മളൊരു 100 പേഷ്യൻസിൽ നമ്മൾ കഴിഞ്ഞ 6 മാസം നമ്മളൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ മെഡിസിൻ കൊടുത്തു. എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സയന്റിഫിക് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ആയുർവേദ മരുന്നുകൾക്കോ അല്ലെങ്കിൽ ആയുർവേദത്തിനോ അനാവശ്യമായിട്ട് പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ് ശാസ്ത്രീയമല്ല, സയന്റിഫിക് അല്ല, ഡോക്യുമെന്റഡ് അല്ല എന്നുള്ളത്. പക്ഷെ അതെങ്ങനെയാണ് എന്നും നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടെ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ വെബിനാറിൽ സമയം കണ്ടെത്തി ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പാർക്കിൻസൺസ് രോഗം എന്ന പേര് നമ്മൾ കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് ചില രോഗലക്ഷണങ്ങളാണ്. കൈകൾക്ക് ഉണ്ടാവുന്ന വിറയൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന വിറയൽ, മസിൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ റിജിഡിറ്റി, പേശികൾക്ക് ഉണ്ടാവുന്ന ദൃഢത, നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് ഒരു പാർക്കിൻസൺസ് രോഗം അല്ലെങ്കിൽ പാർക്കിൻസൺസ് രോഗി എന്ന് നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു പിക്ചറൈസേഷൻ. പക്ഷെ യഥാർത്ഥത്തിൽ പാർക്കിൻസൺസ് അത്ര ലളിതമായിട്ടുള്ള ഒരു അസുഖമായിട്ട് നമ്മൾ കണക്കാക്കാൻ സാധിക്കില്ല. ഈ പാർക്കിൻസൺ രോഗം ശരീരത്തിന്റെ ചലനത്തെ മാത്രം ബാധിക്കുന്ന ഒരു അവസ്ഥയല്ല, മറിച്ച് ഇത് മനുഷ്യന്റെ മസ്തിഷ്കത്തെയും നാഡീ വ്യവസ്ഥകളെയും, അതായത് നമ്മുടെ എൻ്റെ നെർവസ് സിസ്റ്റത്തെയും, പലരിലും നമ്മുടെ മനസ്സിനെയും മൈൻഡിനെയും ജീവിതത്തിന്റെ ഗതിയെ തന്നെ ബാധിക്കുന്ന ഒരു ദീർഘകാല യാത്രയായിട്ട് വേണം നമ്മൾ പാർക്കിൻസൺസിനെ നമ്മൾ കാണുന്നതായിട്ട്. ഒരിക്കലും രോഗിക്ക് മാത്രമല്ല, പലപ്പോഴും ഒരു കുടുംബത്തിന്റെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമാണ് പാർക്കിൻസൺസ് ഡിസോർഡർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യോ ഇക്കണോമിക് ഡിസാസ്റ്റർ എന്നാണ് പാർക്കിൻസൺസ് രോഗത്തിന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. പല പേഷ്യൻസും അല്ലെങ്കിൽ ഒട്ടുവിധം എല്ലാവരും ഇവിടെ എൻ്റെ ഒപിയിൽ വരുന്ന അല്ലെങ്കിൽ എൻ്റെ കൺസിഡറേഷൻ എടുക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഈ രോഗം വന്നാൽ ഇനി ജീവിതം എങ്ങനെയാവുന്നുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും ഒരു വാക്കിൽ നമുക്ക് പറയാനാവില്ല. കാരണം പാർക്കിൻസൺസ് ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമല്ല. ഇത് പതുക്കെ
പ്രോഗ്രസ് ആവുന്ന ഒരു രോഗം, ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലക്ഷണങ്ങളെ മാത്രം കാണുന്നതല്ല, രോഗാവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് ആയുർവേദവും കൺവെൻഷണൽ മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കൺവെൻഷണൽ മെഡിസിനെ തള്ളി പറയുകയോ കുറ്റം പറയുകയല്ല. കൺവെൻഷണൽ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി മെഡിസിൻ ഇത്തരത്തിലുള്ള എല്ലാ അസുഖങ്ങളെയും അധികം അവർ പറയുന്നത് ഇഡിയോപ്പതിക്, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ആയുർവേദം ഫോർചീൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരിക്കലും ഒരു അസുഖം ഉണ്ടാവില്ല. പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള ഘടകങ്ങളോ, ദീർഘകാലം മരുന്ന് കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ, മുൻപ് നമുക്ക് തലക്കേറ്റിട്ടുള്ള എന്തെങ്കിലും ക്ഷതങ്ങളോ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വെബിനാറിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പാർക്കിൻസൺസ് രോഗം ശരീരത്തിൽ എങ്ങനെ ആരംഭിക്കുന്നു, അത് എങ്ങനെ ക്രമേണ പ്രോഗ്രസ് ആവുന്നു, ഇന്നത്തെ ചികിത്സകളുടെ ഗുണങ്ങളും അതിന്റെ പരിമിതികളും എന്താണ്, അതോടൊപ്പം പുതിയ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഉയരുന്നത്. കാരണം ഈ ഒരു സെഷൻ, ഏതൊരു സെഷൻ കഴിഞ്ഞാലും നമുക്കൊരു ഓപ്പൺ ഇന്ററാക്റ്റീവ് സെഷൻ ഞാൻ വെക്കാറുണ്ട്. എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രോഗിയെ അല്ലെങ്കിൽ രോഗത്തെ മനസ്സിലാക്കുന്നത് തന്നെ ചികിത്സയുടെ ആദ്യ പടിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുന്നതിനായിട്ട്. അപ്പോ ഒരു പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഡിസീസ് ആണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് എഫക്റ്റിംഗ് ദ നെർവ്സ് ആൻഡ് മസിൽസ്, അതായത് നമ്മുടെ നാഡികളെയും പേശികളെയും ബാധിക്കുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ പാർക്കിൻസൺസിനെ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ പാർക്കിൻസൺ രോഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കണം. പാർക്കിൻസൺസ് രോഗം എന്നത് വെറും ഡോപ്പമിന്റെ കുറവ് കൊണ്ട് മാത്രം വരുന്ന ഒരു രോഗാവസ്ഥയല്ല. പല വർഷങ്ങളോളം മെഡിക്കൽ ലോകം പാർക്കിൻസൺസിനെ അതുപോലെയാണ് കണ്ടത്. കാരണം ഞാൻ നമ്മുടെ മുൻപത്തെ വെബിനാറുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജെയിംസ് പാർക്കിൻസൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ 1817, ഏകദേശം ഒരു 200 വർഷം മുൻപ്, ഷെയ്ക്കിംഗ് പാൽസി എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ആ ഷെയ്ക്കിംഗ് പാൽസിയെ പിന്നീട് നമ്മൾ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് വിളിച്ചു പോരുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള കണ്ടിന്യൂസ് റിസർച്ച് കൊണ്ട് ട്രെമർ മാത്രമല്ല, ഡോപ്പമിന്റെ കുറവ് മാത്രമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ മസ്തിഷ്കത്തിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന ഭാഗത്ത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന നാഡീകോശങ്ങൾ നശിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയാണിത്. ശരിയാണത്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ കഥ അവസാനിക്കുന്നില്ല. ഇന്ന് ഗവേഷണം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. പാർക്കിൻസൺസ് രോഗം യഥാർത്ഥത്തിൽ ഒരു പ്രോഗ്രസീവ് സിൻന്യൂക്ലിയോപ്പതിയാണ്. സിൻന്യൂക്ലിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്രോണിക് പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് characterized by abnormal accumulation of misfolded synuclein protein forming toxic insoluble aggregates like Lewy bodies in neurons. So these deposits lead to dysfunction and death of brain cells, resulting in movement, cognitive and behavioral decline. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മൂവ്മെന്റിനെ ബാധിക്കുന്നു? മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ബാധിക്കുന്നു, ആൻഡ് ബിഹേവിയറൽ ഡിക്ലൈൻ. ഈ 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതായത് അതിന്റെ ഒരു മലയാളത്തിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ശരീരത്തിലെ ആൽഫ സിൻന്യൂക്ലിയ എന്നൊരു പ്രോട്ടീൻ മിസ്ഫോൾഡ് ചെയ്യപ്പെടും. മിസ്ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനെ the failure of a protein to adapt its correct functional 3-dimensional shape ആണ് പ്രോട്ടീൻ ഉള്ളത്. അത് കൃത്യമായിട്ട് ഇല്ലാതെ വരുന്നു. അത് നാഡീകോശങ്ങളിലെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻ കൂടിച്ചേരലുകളാണ് ലിവി ബോഡീസ് എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഭാഗത്ത് മാത്രം ഒതുങ്ങുന്നില്ല. അവ കണ്ടെത്തിയിരിക്കുന്നത് പറഞ്ഞാൽ വാഗസ് നെർവിന്റെ ഡോസൽ മോട്ടോർ ന്യൂക്ലിയൻസ് ബ്രെയിൻ സ്റ്റെമ്മിലാണ് അത് വരുന്നത്. അതുപോലെ എൻറ്ററിക് നെർവസ് സിസ്റ്റം, നമ്മുടെ ഗട്ട് വാളിൽ കോൺസ്റ്റിപ്പേഷനും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസ്ഫങ്ഷനും ഉണ്ടാക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എൻട്രിക് നെർവസ് സിസ്റ്റത്തിൽ ഇത് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റെമ്മിൽ പോൺസിൽ ഇത് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ, അറോസൽ ആൻഡ് മൂഡിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്.
നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൽ ഡീപ് ബ്രെയിനിൽ ഇത് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ സൈക്കാട്രിക് സിംറ്റംസ് ഇൻക്ലൂഡിങ് ആൻസൈറ്റി, ഡിപ്രഷൻ ആൻഡ് ഹാലൂസിനേഷൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ രോഗത്തിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ കോർട്ടിക്കൽ ബ്രെയിൻ റീജിയൻസ്, അതായത് ഔട്ടർ ലെയർ ഓഫ് ദ ബ്രെയിൻ, അവിടെ അടിഞ്ഞുകൂടുമ്പോഴാണ് കോഗ്നിറ്റീവ് ഡിക്ലൈനും ഡിമെൻഷ്യ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ, പാർക്കിൻസൺ ഡിസീസ് വിത്ത് ലീവി ബോഡി ഡിമെൻഷ്യ എന്ന് പറയുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരുന്നത്. അപ്പോ ഈ വ്യാപിക്കുന്നതിനെ ബ്രാഡ് സ്റ്റേജിങ് ഹൈപ്പോത്തസിസിനോട് ഒത്തുപോകുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു രോഗം ഗട്ടിൽ നിന്ന്, നമ്മുടെ ആമാശയത്തിൽ നിന്ന് ആരംഭിക്കുകയും തുടങ്ങുകയും ക്രമേണ അത് നമ്മുടെ ന്യൂറോളജി, നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ഇങ്ങനെ പറയുന്നത്. ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർക്കിൻസൺസിന്റെ പ്രധാന മോട്ടോർ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും ഏകദേശം 50 മുതൽ 60% വരെ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ അതിന് മുൻപും പലരിലും പല സൂചനകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ദീർഘകാലമായിട്ടുള്ള മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, REM സ്ലീപ്പ് ബിഹേവിയർ ഡിസോർഡർ, അതായത് ഭയങ്കര വിവിഡ് ആയിട്ടുള്ള, ഓഫൻ വയലന്റ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക, മണം കറക്റ്റ് അറിയാൻ ഉള്ള ശേഷി കുറയുക, അനോസ്മിയ അല്ലെങ്കിൽ ഹൈപ്പോസ്മിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ചെറിയ ചെറിയ മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ, ഒരു സ്ട്രെസ് ഉണ്ടാവുക, ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ ആവുക, പെട്ടെന്ന് ദേഷ്യം വരിക പോലുള്ള സംഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ, ഡൈജഷൻ, ബോഡി ടെമ്പറേച്ചർ, ഇതൊക്കെ ഭയങ്കരമായിട്ട് ആൾട്ടർ ചെയ്യാം. അപ്പോൾ പീപ്പിൾ വിത്ത് പാർക്കിൻസൺ ഡിസീസ് അവർക്ക് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. BP എപ്പോഴും കുറവായിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. റെസ്പിറേഷൻ, ഡീപ് ബ്രീത്ത് എടുക്കാൻ അവർക്ക് സാധിക്കില്ല. ഡൈജഷൻ, മെറ്റാബോളിസം എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ദഹിക്കണം, ദഹിച്ചത് അബ്സോർബ് ആവണം, അബ്സോർബ് അത് എനർജി ആയിട്ട് കൺവേർട്ട് ആണ്. ഈ ഒരു പ്രോസസ്സ് നടക്കില്ല. അതുപോലെ ബോഡി ടെമ്പറേച്ചർ, ഇപ്പൊ ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നമുക്ക് തണുപ്പായിട്ട് ഫീൽ ചെയ്യാം, തണുപ്പുള്ള ഒരു കാലാവസ്ഥയിൽ ഭയങ്കര ചൂടുള്ളത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ രോഗം നിർണയിക്കുന്നതിന് 5-10 വർഷം മുൻപ് തന്നെ ആരംഭിച്ചേക്കാം. അപ്പൊ സെല്ലുലാർ ലെവലിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അതായത് ഒരു ടിഷ്യൂ ലെവലിൽ അല്ലെങ്കിൽ ഒരു വളരെ ലെവലിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അതായത് ഫെയിൽ ടു പ്രൊഡ്യൂസ് സഫിഷ്യന്റ് എനർജി ഫോർ സെൽസ്. നമ്മുടെ കോശങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് സഫീഷ്യന്റ് ആയിട്ട് എനർജി വേണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എനർജി ആയിട്ട് കൺവേർട്ട് ആണ്. ആ ഒരു സംഭവം നടക്കുന്നില്ല. ന്യൂറോ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ ക്ലിയറൻസ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇതൊക്കെയാണ് സാധാരണയായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പാർക്കിൻസൺസ് രോഗത്തെ ഒരു ലളിതമായിട്ടുള്ള ഡോപ്പമിൻ ഇല്ലാത്ത ഒരു അവസ്ഥ മാത്രമായിട്ട് കാണാൻ പറ്റില്ല. ഇതൊരു സിസ്റ്റം ലെവൽ ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കിയാൽ ഡോപ്പമിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി അത്യാവശ്യമായിരുന്നാലും അത് മാത്രം ഈ രോഗത്തിന്റെ മുഴുവൻ സങ്കീർണത കൈകാര്യം ചെയ്യാൻ പോരാ എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഈ ഡോപ്പമിൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പാത്വേസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒറിജിൻ എവിടുന്ന് തുടങ്ങുന്നു, എവിടേക്കാണ് എത്തുന്നത്, അതിന്റെ ഫംഗ്ഷൻ, അത് പാർക്കിൻസൺ ഡിസീസിന്റെ റെലവൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നൈഗ്രോസ്റ്റയാറ്റിൽ എന്ന് പറയുന്ന ഒരു പാത്വേയില് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് സ്ട്രയാറ്റത്തിലേക്കാണ് ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മോട്ടോർ കൺട്രോൾ ആണ് അവിടെ വരുന്നത്. അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള മൂവ്മെന്റ്സ്, ട്രെമർ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് പാർക്കിൻസൺ ഡിസീസിൽ എങ്ങനെ റെലവെന്റ് ആവുന്നു? ഡീജനറേഷൻ, പാർക്കിൻസൺ ഡിസീസിലെ മോട്ടോർ സിംറ്റംസിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? മിസോലെംബിക് എന്ന് പറയുന്ന ഒരു പാത്വേ ആണ്. ഇത് VTA, വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് എത്തുന്നു. അവിടെ എന്താണ് ഫംഗ്ഷൻ വരുന്നത്? റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ ആണ് വരുന്നത്. ഇത് പാർക്കിൻസൺ ഡിസീസിൽ എങ്ങനെ റെലവെന്റ് ആവുന്നു വെച്ച് കഴിഞ്ഞാൽ ഡിസ്റെഗുലേഷൻ, ഡിപ്രഷൻ, അപ്പതി, ഇതൊക്കെയാണ് പാർക്കിൻസൺസ് ഡിസീസിൽ ഉണ്ടാവുന്നത്. ഇനി മെസോകോർട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെസോകോർട്ടിക്കൽ പാത്വേയിൽ VTA എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് എടുത്ത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ടാർഗറ്റ് ആയിട്ട് പോകുമ്പോൾ അവിടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് കോഗ്നീഷനും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസുമാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ അതിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പാർക്കിൻസൺസ് ഡിസീസിൽ ഉണ്ടാകുന്നു. ഇനി
നേരത്തെ ഞാൻ പറഞ്ഞു വന്നല്ലോ. അപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് കറണ്ട് തെറാപ്പി, ഇപ്പോഴത്തെ ലോകവ്യാപകമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ലിവാഡോപ്പ എന്ന് പറയുന്ന ഒരു മരുന്ന് കൊണ്ട് അതിന്റെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ അതിന് ചീത്ത വശം മാത്രമല്ല നല്ല വശം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. നിലവിലെ ചികിത്സയുടെ പരിമിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസൺസ് രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലിവാഡോപ്പ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മരുന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് തെറാപ്പി ആയിട്ടാണ് ലിവാഡോപ്പ തെറാപ്പിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പൊ ലിവാഡോപ്പ നൽകുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് കാണുന്ന ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്ലോനെസ് കുറയുന്നു, റിജിഡിറ്റി സ്റ്റിഫ്നെസ് കുറയുന്നു, ട്രമർ നിയന്ത്രിക്കപ്പെടുന്നു, രോഗിയുടെ മൊബിലിറ്റി മെച്ചപ്പെടുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ലിവാഡോപ്പ എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രോഗ്രഷനെ യാതൊരു രീതിയിലും കുറയ്ക്കുന്നില്ല. രണ്ടാമതായിട്ട് ദീർഘകാല ഉപയോഗത്തിൽ ചില രോഗികളിലെ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം. അതായത് വെയറിംഗ് ഓഫ് ഫിനോമിനൻ എന്ന് പറയും. അതായത് മരുന്നിന്റെ ഫലം ഒരു സമയത്തിന് ശേഷം കുറയും. അപ്പോ പിന്നീട് ചിലരിലെ നേരത്തെ പറഞ്ഞ ഡിസ്കൈനീസിയ എന്ന അബ്നോർമൽ മസിൽ മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഡിസ്കൈനീസിയാസ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റോണിക് മൂവ്മെന്റ്സ് ഉണ്ടായേക്കാം. ഇത് ബസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മാറ്റങ്ങളാൽ സംഭവിക്കുന്നതാണ്. ഇത് ലിവോഡോപ്പനെ നമ്മൾ മോശമായി പറയില്ല, പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ് ഈ പറയുന്ന ഒരു സംഭവം. ഇത് നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ സ്വഭാവത്തെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതിന് പുറമെയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവാഡോപ്പ നോൺ മോട്ടോർ സിംറ്റംസിനെ ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ പോലെ, വിശപ്പ് പോലെ, അല്ലെങ്കിൽ ദഹനം പോലെയുള്ള പ്രക്രിയകളൊന്നും ലിവാഡോപ്പയുടെ ഇതിൽ വരുന്നില്ല. ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഉറക്കക്കുറവുകൾ, ഫിയർഫുൾ ഡ്രീംസ്, ഹാലൂസിനേഷൻസ് പോലെയുള്ള സംഭവങ്ങൾ ഒന്നും ഇത് കൺട്രോൾ ചെയ്യുന്നില്ല. മാനസികാവസ്ഥയുടെ മാറ്റങ്ങൾ, നമ്മുടെ ഹൈ ടെൻഷൻ, ആങ്സൈറ്റി, ഇമോഷൻസ് ഒന്നും ഇത് കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൺട്രോളിലേക്ക് വരുത്തുന്നില്ല. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞിട്ടുള്ള BP പോലെയുള്ള, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള, ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ പോലെയുള്ള, റെസ്പിറേറ്ററി റേറ്റ് പോലെയുള്ള കാര്യങ്ങളും ഇവിടെ അഡ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മോട്ടോർ ലക്ഷണങ്ങൾ കുറയുമ്പോഴും പല രോഗികളും ജീവിത നിലവാരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ലിവാഡോപ്പ എടുത്തു കഴിഞ്ഞാൽ. അപ്പോ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചോദ്യം, ഡോപ്പമിൻ പിന്തുണയ്ക്കുകയും അതോടൊപ്പം മറ്റ് ന്യൂറോ ഡീജനറേറ്റീവ് പ്രക്രിയകളെയും കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്ജങ്ക്റ്റീവ് തെറാപ്പി ഉണ്ടാകുമോ? ഇതാണ് നമ്മുടെ ഗവേഷണത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ വയാംസ് ഈ പറയുന്ന പാർക്കിൻസൺ ഡിസീസിലേക്ക് വന്നിട്ടുള്ള റിസർച്ചിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ നിന്നാണ്. അപ്പോൾ കമ്പവാദവും ന്യൂറോ ഡീജനറേഷനും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കമ്പവാദം എന്ന അവസ്ഥയെ കുറിച്ചിട്ട് വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇത് വാദവ്യാധികളുടെ ഭാഗമായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. അതായത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസീസസ് പറയുന്ന ഭാഗത്താണ് ഇത് വിവരിച്ചിട്ടുള്ളത്. പുരാതന ഗ്രന്ഥങ്ങളിൽ ഡോപ്പമിനെ കുറിച്ച് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അന്ന് അത്രയും റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ബസവരാജിയം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റില് പാർക്കിൻസൺസ് രോഗത്തിന് കമ്പവാദം എന്ന് പറഞ്ഞ്, കമ്പം എന്ന് പറഞ്ഞാൽ വിരൽ വാദം എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാര്യം. അതിന്റെ രോഗലക്ഷണങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ കരപാത തലേ കമ്പേ ദേഹഭ്രമണ ദുഃഖിതേ നിദ്രാപങ്കവും അതിക്ഷീണ കമ്പവാദസ്യ ലക്ഷണം. ഇത് സംസ്കൃതത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു കമ്പവാദത്തിന്റെ രോഗലക്ഷണങ്ങളാണ്. അതായത് ശരീരത്തിൽ ഉണ്ടാവുന്ന വിരയില് ഭയങ്കരമായിട്ട് റിജിഡിറ്റി ഉണ്ടാവുക, നടത്തത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഗ്രാജുവലി ബുദ്ധിമുട്ടുകളെല്ലാം കൂടി വരിക, നിദ്രാഭംഗം, ഉറക്കത്തിന് വരുന്ന പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടാവുന്ന കൃത്യമായിട്ട് ആയുർവേദത്തിൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾ കാണുന്ന പാർക്കിൻസൺ രോഗത്തിന്റെ കാണുന്ന ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത്. ആയുർവേദം ഇതിൽ അനുശാസിക്കുന്നത് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പറയുന്നത് മജ്ജാധാതു ക്ഷയം എന്ന ആശയം, അതായത് നാഡീ വ്യവസ്ഥകളുടെ ക്ഷയം, ന്യൂറോ ഡീജനറേഷൻ, അതായത് ഇതിനോട് ആശയപരമായിട്ട് വളരെ സാമ്യമുണ്ട്. അതുപോലെ തന്നെ അഗ്നി ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ആശയം, മെറ്റാബോളിസത്തിന്റെ തകരാറ്, ഇന്ന് നമ്മൾ പറയുന്ന ഗട്ട് മൈക്രോബയോം ഇംബാലൻസിനോട് ബന്ധിപ്പിക്കാവുന്നതാണ്.
രസായന ചികിത്സ എന്താണ് ലക്ഷ്യമിടുന്നത്? അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ധാതു എന്ന് പറയുന്ന അതിന്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ റീജനറേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനോടുള്ള പ്രതിരോധം, പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് ഒരിക്കലും പഴയ ആശയങ്ങളെ ബലമായിട്ട് ആധുനിക ശാസ്ത്രവുമായിട്ട് പൊരുത്തപ്പെടുത്തുകയെന്ന് നിങ്ങൾ ദയവേത് വിചാരിക്കരുത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഡീജനറേറ്റീവ് രോഗങ്ങളെ മൾട്ടി ടാർഗറ്റഡ് അപ്രോച്ച് ഉപയോഗിച്ച് ചികിത്സിക്കണം എന്ന ആശയം ആയുർവേദത്തിൽ വളരെ മുമ്പേ ഉണ്ടായിരുന്നു. ഇന്നത്തെ സിസ്റ്റംസ് ബയോളജി അതേ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റീവ്, വൈ എക്സ്പ്ലോർ ഇന്റഗ്രേറ്റീവ് ഇന്റർവെൻഷൻ? ഇപ്പോ ആ ഒരു സമീപനം എന്തുകൊണ്ടാണ് എടുക്കുന്നത്? പാർക്കിൻസൺ രോഗം എന്ന് കാണുന്നത് 4 പ്രധാന ഘടകങ്ങളിലൂടെയാണ്. ഒന്ന് ന്യൂറോ ഡീജനറേഷൻ ആണ്, അതായത് നമ്മുടെ കോശങ്ങൾ നശിച്ചു വരുന്നൊരവസ്ഥ. അടുത്തത് ന്യൂറോ ഇൻഫ്ലമേഷൻ ആണ്. അടുത്തത് ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇൻവോൾവ്മെന്റ് ആണ്. നാലാമത്തത് സിസ്റ്റമിക് മെറ്റബോളിക് ചേഞ്ചസ് ആണ്. ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഗവേഷണത്തിന് ശേഷവും രോഗത്തിന്റെ പ്രോഗ്രഷൻ നിർത്തുന്ന ഒരു മരുന്നോ ഒരു തെറാപ്പിയോ ഇന്നും നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്ന് പറയും. അതിനാൽ തന്നെ ഇന്റഗ്രേറ്റീവ് തെറാപ്യൂട്ടിക് സ്ട്രാറ്റജീസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആൾട്ടർനേറ്റീവ് തിങ്കിങ് ആയിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. അതൊരു സയന്റിഫിക് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വളരെ ലളിതാണ്. ഡോപ്പമിൻ പിന്തുണയ്ക്കുന്ന ഒരു മാർഗം, അതോടൊപ്പം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക, ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കുക, ഗട്ട് മൈക്രോബിയം പിന്തുണയ്ക്കുക, ഇവയെല്ലാം ഒരുമിച്ച് ചെയ്യാൻ കഴിയുമോ? ഈ ചിന്തയിൽ നിന്നാണ് മൈഡോപ്പ എന്ന് പറയുന്ന നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റിന്റെ ഫോർമുലേഷൻ രൂപപ്പെടുന്നത്. ഒരിക്കലും മൈഡോപ്പ ഒരു റീപ്ലേസ്മെന്റ് തെറാപ്പി ആയിട്ട് നമ്മൾ ഒരു പേഷ്യൻസിനോടും പറയുന്നില്ല. മൈഡോപ്പ ഒരിക്കലും ഒരു ഒപ്പോസിഷൻ ആയിട്ടല്ല നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒരു സയന്റിഫിക് എക്സ്പ്ലറേഷൻ ആയിട്ടാണ് മൈഡോപ്പ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മൈഡോപ്പയുടെ ഫോർമുലേഷന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് 3 പ്രധാന സസ്യഘടകങ്ങൾ, 3 ശരിക്കും 5 എന്ന് നമുക്ക് പറയാം. 5 സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് മെക്യുനപ്രിറൈൻസ്, അതായത് മലയാളത്തിൽ നമ്മുടെ നായ്ക്കൊർണ പരിപ്പ് എന്ന് പറയുന്ന, സംസ്കൃതത്തിൽ കപ്പിക്കച്ചു എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ലിവാഡോപ്പ അടങ്ങിയിട്ടുള്ള ഒരു ബീനാണ് നമ്മുടെ ഈ പറയുന്ന കപ്പിക്കച്ചു എന്ന് പറയുന്നത്. അതിൽ തന്നെ വെൽവെറ്റ് ബീൻ എന്നാണ് ഇതിന് ലോകവ്യാപകമായിട്ട് അറിയപ്പെടുന്നത്. അതിൽ ഇന്ത്യൻ വെൽവെറ്റ് ബീൻ എന്ന് പറയുന്ന അതിനാണ് നമ്മൾ കപ്പിക്കച്ചു അല്ലെങ്കിൽ നായ്ക്കൊർണ പരിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെൽവെറ്റ് ബീനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ വെൽവെറ്റ് ബീൻ ആയിട്ടുള്ള കപ്പിക്കച്ചുവിലാണ് ഏറ്റവും കൂടുതൽ ലിവാഡോപ്പ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എൽഡോപ്പ അടങ്ങിയിട്ടുള്ള സസ്യമാണ്. സിന്തറ്റിക് ലിവാഡോപ്പ പോലെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ടല്ല നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ളത്. ഇതൊരു ഫൈറ്റോ കെമിക്കൽ മാട്രിക്സിന്റെ ഉള്ളിലാണ് ഇത് വന്നത്. അപ്പൊ അതില് ഈ പറയുന്ന ആൽക്കലോയിഡ്സ്, അതിൽ ഉൾപ്പെടുന്നത് ആൽക്കലോയിഡ്സ്, അനാൽജസിക്സ്, മോർഫിൻ പോലെയുള്ള, കിനൈൻ പോലെയുള്ള ആന്റി ക്യാൻസർ ആൽക്കലോയിഡ്സ് അതിലുണ്ട്. ഫ്ലാവനോയിഡ്സ്, പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻഡ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത്. ടാനിൻസ് അടങ്ങിയിട്ടുണ്ട്, പ്രോസസ് ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്. മറ്റ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബിയൽ ആൻഡ് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസും ഇതിനുണ്ട്. രണ്ടാമത്തെ ഘടകം അശ്വഗന്ധയാണ്. ഇതിനെ ലോകവ്യാപകമായിട്ട് അറിയപ്പെടുന്നത് ജിൻസെങ് എന്നാണ്. അതിൽ ഇന്ത്യൻ ജിൻസെങ് എന്ന് പറയുന്ന ഡ്രഗാണ് നമ്മുടെ അശ്വഗന്ധ എന്ന് പറയുന്നത്. അതായത് കുതിരയുടെ മണത്തിനോട് സാമ്യമുള്ള ഒരു മണമാണ് ആ ഒരു ഡ്രഗിനുള്ളത്. അതുകൊണ്ടാണ് അശ്വഗന്ധ, കുതിരയുടെ മണം എന്നുള്ള ഒരു സംസ്കൃത നാമം അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ
ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് തടയുന്നതിനെ ആണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. ആ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ള ഹെർബാണ് നമ്മുടെ അശ്വഗന്ധ. അതിലടങ്ങിയിട്ടുള്ള വിറ്റാനിയോൺസ് എന്ന് പറയുന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് ഉണ്ട്. ചില എക്സ്പെരിമെന്റൽ പാർക്കിൻസൺ മോഡൽസിൽ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് പോലും ഈ പറയുന്ന സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ത്രിബലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ത്രിബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് അല്ല, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ത്രിബല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 3 എന്ന് പറഞ്ഞ് പിന്നെ 5 എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ത്രിബലയിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലിക് ആസിഡ് പൊട്ടൻഷ്യൽ ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ആണെന്നുള്ളത്. പിന്നെ ചെബ്യൂലിനിക് ആസിഡ് അതിൽ അടങ്ങിയിട്ടുണ്ട്, എലാജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് എലാജിക് ആസിഡ് ആണ് മെറ്റബോളിക് ഹെൽത്തിനെയും കാർഡിയോവാസ്കുലർ ഫംഗ്ഷനെയും ഇംപ്രൂവ് ചെയ്യിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, അപ്പൊ ഇതിന്റെ ചില പ്രഭാവം എന്ന് പറയും, അതായത് നമ്മുടെ ആയുർവേദത്തിലെ ഓരോ ഡ്രഗിനും പ്രഭാവം എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു. അപ്പൊ അതിന് പറയുന്ന ഒരു അതിൽ കാണുന്ന ചില പ്രഭാവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗട്ട് മൈക്രോബിയോം മോഡുലേഷൻ, ആന്റി ഓക്സിഡന്റ് എഫക്ട്സ്, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മൊബിലിറ്റി മെച്ചപ്പെടുത്തൽ, ഇതെല്ലാം ഈ പറയുന്ന ത്രിബലയ്ക്കുണ്ട്. ഇനി ഈ ഫോർമുലേഷനിൽ ഉപയോഗിച്ച മിൽക്ക് ബേസ്ഡ് ഭാവന പ്രോസസ്സിംഗ് ആണ് ലിപ്പിഡ് സൊല്യൂബിലിറ്റിക്ക് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു പരമ്പരാഗതമായിട്ടൊരു ആയുർവേദിക് രീതിയാണ്. അതായത് പാലിലേക്ക് ഈ സംഭവം എക്സ്ട്രാക്ട് ചെയ്യുന്നു. പാലിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പാലിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഈ ഹെവി മെറ്റൽസ് നമ്മളിത് ഈ മൈഡോപ്പ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് വഴി ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ ഈ മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ഈ പറയുന്ന ഫാറ്റ് മോളിക്യൂൾസ് സഹായിക്കുന്നു. അങ്ങനെയാണ് ഇത് ബ്രെയിനിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് എത്തുന്നത്. എന്നിട്ട് അവിടെ ഈ പറയുന്ന ഒരു മൈക്രോബിയൽ ആയിട്ടുള്ള ഫങ്ഷൻസ്, എൻസൈമാറ്റിക് ആക്ഷൻസ് നടന്നിട്ടാണ് ഈ പറയുന്ന ലിവാഡോപ്പ അവിടെ ഡോപ്പമിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി ആയിട്ട് മാറുന്നത്. അപ്പൊ ആധുനിക ഫാർമക്കോളജി പോലും ലിപ്പിഡ് മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട്, അതായത് CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പെനിട്രേഷന് പ്രസക്തമാണെന്ന് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ കാര്യം നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഫാർമക്കോകൈനറ്റിക് വാലിഡേഷൻ ആവശ്യമുള്ള വിഷയമായതുകൊണ്ട് തന്നെ അതിലേക്കും നമ്മൾ വിശദമായി കടന്നിട്ടുണ്ട്. അപ്പൊ മൈഡോപ്പയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം ഫോർമുലേഷൻ അടങ്ങിയിരിക്കുന്ന എൽഡോപ്പ എന്ന് പറയുന്ന അതിന്റെ അളവിനെ കുറിച്ചിട്ടുള്ള സുതാര്യതയാണ്. അപ്പോ നമ്മുടെ ലബോറട്ടറി വിശകലനത്തിൽ മൈഡോപ്പിൽ ഏകദേശം 16.75% പ്രകൃതിദത്തമായിട്ടുള്ള എൽഡോപ്പ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മിനിമം ആണ് പറയുന്നത് കേട്ടോ. അതായത് ഓരോ ഗ്രാമിലും ഏകദേശം 167 മില്ലിഗ്രാം പ്രകൃതിദത്തമായിട്ടുള്ള എൽഡോപ്പ അടങ്ങിയിരിക്കുന്നു. ക്ലിനിക്കൽ പരീക്ഷണത്തിൽ രോഗികൾ ഏകദേശം 5 ഗ്രാം വരെ കഴിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 840 മില്ലിഗ്രാം പ്രകൃതിദത്തമായിട്ടുള്ള എൽഡോപ്പ വരെയാണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മൈഡോപ്പ ഒരു പൊതുവായിട്ടൊരു ഹെർബൽ മെഡിസിൻ മാത്രമല്ല എന്ന് നമ്മൾ പറയുന്നത്. കാരണം പാർക്കിൻസൺസ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സജീവമായിട്ടുള്ള തന്മാത്രയുടെ വ്യക്തമായി അളക്കാവുന്നതിലും ക്ലിനിക്കലി അർത്ഥവത്തമായിട്ടുള്ള അളവാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ എൽഡോപ്പ ഒരു സിന്തറ്റിക് കെമിക്കൽ ആയിട്ടല്ല, മറിച്ച് ഒരു പ്രകൃതിദത്ത സസ്യ മാട്രിക്സിന്റെ ഭാഗമായിട്ട് വിതരണം ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇപ്പൊ പാർക്കിൻസൺ പേഷ്യൻസ് കഴിക്കുന്ന സിൻഡോപ്പ പ്ലസ്, പാർക്കിറ്റിഡിൻ, മാൻഡലിൻ, n നമ്പർ ഓഫ് മെഡിസിൻസിലെല്ലാം കാർബിഡോപ്പ, ലിവഡോപ്പ, കാർബിഡോപ്പ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ. എന്തുകൊണ്ട് നമ്മുടെ മൈഡോപ്പിൽ കാർബിഡോപ്പില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് കാർബിഡോപ്പ് നമുക്ക് ആവശ്യമില്ല? പ്രധാനമായിട്ടും അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ പല രോഗികളും വന്നിട്ട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ആധുനിക പാർക്കിൻസൺ മരുന്നുകൾ സാധാരണ ലിവാഡോപ്പ, കാർബിഡോപ്പ എന്ന മറ്റൊരു മരുന്നായിട്ട് സംയോജിപ്പിക്കുന്നു, എന്തുകൊണ്ട് മൈഡോപ്പിലെ സിന്തറ്റിക് കാർബിഡോപ്പ അടങ്ങിയിട്ടില്ല എന്നുള്ള ചോദിക്കുന്നു. അപ്പൊ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ സസ്യങ്ങളുടെയും സ്വഭാവത്തിലാണ് നമ്മൾ ഈ പറയുന്ന, അതായത് പ്ലാന്റ് എക്സ്ട്രാക്റ്റഡ് ആണ്, ലാബ് ഫോർമുലേറ്റഡ് അല്ല ഈ പറയുന്ന സംഭവം. അപ്പൊ നമ്മുടെ മെക്യൂണിയിൽ അടങ്ങിയിട്ടുള്ള എൽഡോപ്പയ്ക്ക് പുറമെ ഒരുപാട് പ്രകൃതിദത്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. ഈ സംയുക്തങ്ങൾ ചിലത് സ്വാഭാവികമായും ഡോപ്പമിൻ മെറ്റാബോളിസത്തെ സ്വാധീനിക്കും, ശരീരത്തിൽ എൽഡോപ്പ എങ്ങനെ പ്രവർത്തിക്കും എന്ന് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും.
കൂടാതെ മൈഡോപ്പിൽ അശ്വഗന്ധ, ത്രിബല തുടങ്ങിയ മറ്റ് ഔഷധങ്ങളും ഉൾപ്പെടുന്നത് കൊണ്ട് അവയുടെ ആന്റി ഓക്സിഡന്റ് പ്രതിരോധത്തെ പിന്തുണയ്ക്കുകയും വീക്കം, അതായത് ന്യൂറോ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ഉപാപചയ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഈ സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു കൂടിച്ചേരലിന് കാരണം മൈഡോപ്പയുടെ ഫാർമക്കോളജിക്കൽ സ്വഭാവം സിന്തറ്റിക് ലെവോഡോപ്പ ഗുളികകളിൽ നിന്ന് 100% വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും മൈഡോപ്പ ആധുനിക ചികിത്സയ്ക്ക് പകരമാവില്ല എന്ന് ഊന്നിപ്പറയുന്നു ഞാൻ. കാരണം ഇത് ഒരിക്കലും ഞാൻ റീപ്ലേസ്മെന്റ് തെറാപ്പി ആയിട്ടല്ല നമ്മൾ പറയുന്നത്. റീപ്ലേസ്മെന്റ് തെറാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരുപാട് കാലമായിട്ട് അലോപ്പതി അല്ലെങ്കിൽ കൺവെൻഷണൽ മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു സ്വിച്ചിങ് ഒരിക്കലും മൈഡോപ്പയിലേക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അത് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യുന്നത്. പകരം ഒരു മെഡിക്കൽ മേൽനോട്ടത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് വഴി നമ്മുടെ അഡ്വൈസ് വഴിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു റിസർച്ച് നടത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ സെന്ററിൽ തന്നെയാണ് നടത്തിയത്. മൈഡോപ്പ ശാസ്ത്രീയമായിട്ട് എങ്ങനെ വിലയിരുത്തി എന്ന് ഞാൻ പറയാം. പാർക്കിൻസൺസ് രോഗമുള്ള 100 പേരെ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് 6 മാസം ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തിയത്. അതിൽ എല്ലാ പേഷ്യൻസും ഹോയൻയ 1, 2, 3 എന്ന് പറയുന്ന സ്കെയിൽ വെച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഒരു ഓപ്പൺ ലെവൽ ക്ലിനിക്കൽ ട്രയൽ ആണ് എന്ന നിലയിലാണ് നമ്മൾ പഠനം. അതായത് എല്ലാ രോഗികൾക്കും ഈ പറയുന്ന എല്ലാവർക്കും നമ്മൾ മൈഡോപ്പ കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങളിലെ പുരോഗതി വിലയിരുത്തുന്നതിനും സുരക്ഷ, അവരുടെ സേഫ്റ്റി പ്രോട്ടോകോൾ പാലിക്കുന്നതിനും 6 മാസത്തോളം നമ്മൾ എല്ലാ മാസവും നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഇംപ്രവൈസേഷൻ അളക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രധാന റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് UPRDS എന്ന് പറയും. യുണീക് പാർക്കിൻസൺസ് ഡിസീസ് റേറ്റിംഗ് സ്കെയിൽ എന്നാണ് UPDRSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാർക്കിൻസൺ ലക്ഷണങ്ങൾ അളക്കാൻ ലോകമെമ്പാടുമുള്ള ന്യൂറോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർനാഷണൽ ക്ലിനിക്കൽ സ്കെയിലാണ് ഈ UPRS. അപ്പൊ അതിന്റെ തന്നെ പ്രൈമറി ഔട്ട്കം ആയിട്ടുള്ള UPDRSന്റെ 3rd പോർഷൻ അതാണ് മോട്ടോർ ഫങ്ഷൻസ് മെയിൻ ആയിട്ട് അളക്കുന്ന ഒരു സംഭവം. അതാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ട്രെമേഴ്സ്, സ്റ്റിഫ്നെസ് ആൻഡ് റിജിഡിറ്റി, വാക്കിംഗ് ഡിഫിക്കൽട്ടീസ്, ഗെയ്റ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ആണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. പഠനത്തിന്റെ തുടക്കത്തില് ഈ പറയുന്ന രോഗികൾക്കുള്ള ശരാശരി സ്കോർ എന്ന് പറയുന്നത് 32.5 ആയിരുന്നു. 6 മാസത്തെ മൈഡോപ്പ തെറാപ്പിക്ക് ശേഷം ശരാശരി സ്കോർ 24.3 ആയിട്ട് മെച്ചപ്പെട്ടു. അതായത് ഏകദേശം ഒരു 8.2 പോയിന്റുകൾ കുറഞ്ഞു. അപ്പൊ അത് നമ്മുടെ മോട്ടോർ ഫംഗ്ഷൻ ഒരു 25% കുറഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നമ്മുടെ സ്ഥിതി വിവരക്കണക്കനുസരിച്ചിട്ടാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. കാരണം ഇത് ലോങ് ടേം തെറാപ്പി ആയതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു 6 മാസം കൊണ്ട് 25% ഇവരുടെ കുറയ്ക്കാൻ പറ്റുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 6 മാസ ചികിത്സാ കാലയളവില് ഈ പറയുന്ന മൂവ്മെന്റ്, ട്രെമേഴ്സ്, റിജിഡിറ്റി, ഡെയിലി ആക്ടിവിറ്റീസ് എന്നിവയെല്ലാം ഇംപ്രൂവ് ആയി. ഏജ് ഗ്രൂപ്പ് എടുത്തത് ഈ പ്രായം ഇതിന്റെ പ്രതികരണത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ നോക്കിയിരുന്നു. 30നും 50നും ഇടയിൽ പ്രായമുള്ള രോഗികളിൽ മോട്ടോർ രോഗലക്ഷണങ്ങൾ ഏകദേശം 32% പുരോഗതി കാണിച്ചു. 50നും 80നും ഇടയിൽ പ്രായമുള്ള രോഗികളിൽ ഏകദേശം 20% പുരോഗതി കാണിച്ചത്. അതിന്റെ ഏവറേജ് ആണ് നേരത്തെ പറഞ്ഞ 25%. അപ്പോൾ പ്രായം കുറവുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ യങ് ഏർലി സ്റ്റേജിലുള്ള രോഗികൾക്ക് കുറച്ചും കൂടെ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ നല്ല ഇംപ്രവൈസേഷൻ തോന്നിക്കാറുണ്ട്. അപ്പൊ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലൊരു വ്യത്യാസം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ല നമുക്ക് വേണ്ടത്, ഒരു ഓവറോൾ തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. പ്രധാനമായിട്ടും 2 പ്രായക്കാർക്കും പ്രയോജനം ലഭിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പാർക്കിൻസൺസ് രോഗികളുടെ വിവിധ പ്രായപരിധിയിലുള്ളവരിൽ മൈഡോപ്പ ഉപയോഗപ്രദമാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി സെക്കൻഡറി ഔട്ട്കംസ്, ഇപ്പൊ നമ്മുടെ മോട്ടോർ മൂവ്മെന്റ്സിന് പുറമെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും കൂടെ ഞങ്ങൾ നോക്കിയിരുന്നു. അതായത് പാർട്ട് 2 UPDRS യൂണിക് പാർക്കിൻസൺ ഡിസീസ് റേറ്റിംഗ് സ്കെയിലിന്റെ സ്റ്റേജ് 2 സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അതിൽ വരുന്നത് അവരുടെ വസ്ത്രധാരണം, ഭക്ഷണം, നടത്തം, വ്യക്തിഗത പരിചരണം, അവരുടെ പേഴ്സണൽ ഹൈജീൻ പോലെയുള്ള കാര്യങ്ങൾ. ഏകദേശം 3.5 പോയിന്റുകളുടെ പുരോഗതിയാണ് ഞങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ പാർക്കിൻസൺ രോഗത്തിന് ചലനശേഷി, വൈകാരികമായിട്ടുള്ള ആരോഗ്യം, സാമൂഹിക പങ്കാളിത്തം എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു എന്ന്
വിലയിരുത്തുന്ന PDQ-39 പാർക്കിൻസൺസ് ഡിസീസ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ഒരു 39 ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ നോക്കിയിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന 85% രോഗികളിലും കൃത്യമായ അർത്ഥവത്തായിട്ടുള്ള കോഗ്നിറ്റീവ് ഇംപ്രൂവ്മെന്റ്സ് കാണിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല രോഗികളും മെച്ചപ്പെട്ടിട്ടുള്ള ചലനശേഷി, അതുപോലെ തന്നെ കയ്യിലുണ്ടാവുന്ന ട്രെമേഴ്സ്, ഡെയിലി ആക്ടിവിറ്റീസ്, ഇതെല്ലാം അവർ ഭയങ്കര ആത്മവിശ്വാസം കൂടെ റിപ്പോർട്ട് ചെയ്തു. അടുത്തത് ഇതിന്റെ സേഫ്റ്റി ആൻഡ് ടോളറബിലിറ്റി. ഇപ്പൊ ഈ പ്രോഡക്റ്റ് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിന്റെ സേഫ്റ്റിയും ടോളറബിലിറ്റിയും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതൊരു ചികിത്സയിലും വിലയിരുത്തുമ്പോൾ സുരക്ഷ വളരെ പ്രധാനമാണ്. 6 മാസത്തെ നിരീക്ഷണത്തിനിടെ മൈഡോപ്പ വളരെ അനുകൂലമായിട്ടുള്ള സുരക്ഷാ പ്രൊഫൈൽ പ്രകടമാക്കിയിട്ടുണ്ട്. ദീർഘകാല സിന്തറ്റിക് ലെവോഡോപ്പ തെറാപ്പിയില് പലപ്പോഴും ഇൻക്രീസ് ആവുന്ന അല്ലെങ്കിൽ കൺട്രോൾ ആവാത്ത ചലനങ്ങളായിട്ടുള്ള അബ്നോർമൽ മസിൽ മൂവ്മെന്റ്സ്, ഡിസ്കൈനീസിയ ഒരിക്കലും നമുക്ക് അനുഭവപ്പെട്ടില്ല എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഒരു ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ലിവർ പ്രൊഫൈല്, കിഡ്നി പ്രൊഫൈൽ എല്ലാം നമ്മൾ മുൻപും ശേഷവും നമ്മൾ നോക്കിയിരുന്നു, എല്ലാം വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി ലിവർ എൻസൈമാറ്റിക് ഫംഗ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ആയി എന്നുള്ള ഒരു നല്ല റിസൾട്ടും കൂടെ നമുക്ക് കിട്ടിയിരുന്നു. എല്ലാ രോഗികളെല്ലാം ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും കൃത്യമായിട്ട് ഒബീഡിയന്റ് ആയിട്ട് കൃത്യമായിട്ട് തന്നെ കഴിച്ചു. അതായത് മരുന്ന് റെഗുലർ ആയിട്ട് മൈഡോപ്പ കഴിക്കുന്നത് അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് വേണം നമ്മൾ നോക്കാനായിട്ട്. ഇനി ഇതിന്റെ ലബോറട്ടറി വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിക്കുന്നതിന് മുൻപ് ഫോർമുലേഷൻ വിപുലമായ ലബോറട്ടറി പരിശോധനകൾക്ക് വിധേയമാക്കി. ലെഡ്, ആർസനിക്, കാഡ്മിയം, മെർക്കുറി, ഏകദേശം 58ഓളം ടെസ്റ്റുകൾ നമ്മൾ ലോഹങ്ങളുടെ ഉണ്ടോ അടങ്ങിയിട്ടുണ്ടോ, പെസ്റ്റിസൈഡ്സ് അടങ്ങിയിട്ടുണ്ടോ, എല്ലാം നമ്മൾ ചെയ്ത് യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള കാര്യങ്ങൾ ഈ പ്രൊഡക്റ്റിനുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി. ആ ലാബ് റിപ്പോർട്ട് ഇപ്പോഴും നമുക്കുണ്ട്. ഇപ്പോഴും ചോദിക്കുന്ന എല്ലാവർക്കും നമ്മളെ ലാബ് റിപ്പോർട്ടിന്റെ കോപ്പികൾ നമ്മൾ അയച്ച് കൊടുക്കാറുണ്ട്. അത്രയും സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് നമ്മളിത് പേഷ്യൻസിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൂക്ഷ്മ ജീവശാസ്ത്ര പരിശോധനകൾ, ഫോർമുലേഷനിൽ ദോഷകരമായ ബാക്ടീരിയകളും മലിനീകരണം ഇല്ലെന്ന് ഉറപ്പിച്ച്, ഈക്കോളൈ പോലെയുള്ള ബാക്ടീരിയ സംഭവങ്ങൾ ഒന്നും ഇല്ല എന്നും കൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചു. അതുപോലെ പഠന സമയത്ത് രോഗികൾക്ക് ഒരു ഹെർബൽ ഫോർമുലേഷൻ, വളരെ സുരക്ഷിതമായിട്ട് ഹെർബൽ ഫോർമുലേഷൻ ആണ് അവർക്ക് ഓരോ പേഷ്യന്റിനും കിട്ടുന്നത് എന്നുള്ള നടപടികൾ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ഏതൊരു റിസർച്ചിനും ഏതൊരു സ്റ്റഡിക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. എല്ലാം പോസിറ്റീവ് മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പരീക്ഷണത്തിലും എനിക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു പഠനം ഒരു ഓപ്പൺ ലേബലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്ലാസിബോ ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് ഇത്തരം റിസർച്ചുകൾ. കാരണം അങ്ങനെ ഒരു പാർക്കിൻസൺസ് മാത്രം വളരെ ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ, പിന്നെ അലോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഞാൻ പല സ്ഥലങ്ങളിലാണെങ്കിലും അവരൊരു ആയുർവേദ സ്ഥാപനവുമായിട്ടോ ഒരു ഹെർബൽ പ്രൊഡക്റ്റുമായിട്ടോ അവർക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിന് സാധിച്ചില്ല. അപ്പൊ അതാണ് ഇത് പറയാനുള്ളത്. പിന്നെ ഒരു മൂന്നാമതായിട്ട് ഈ സ്റ്റഡിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 6 മാസമായിരുന്നു. ശരിക്കും ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിരീക്ഷിക്കാനോ ഒബ്സർവ് ചെയ്യാനോ പറ്റാത്തതാണ്. പക്ഷേ പാർക്കിൻസൺ നമുക്കറിയാം ഒരു ക്രോണിക് ഡിസീസ് ആണ്, ലൈഫ് ലോങ് ഡിസീസ് ആണ്. ലൈഫ് ലോങ് മെഡിക്കേഷനും ട്രീറ്റ്മെന്റും കെയറും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാല സ്റ്റഡി നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇമേജിങ് അല്ലെങ്കിൽ ബയോകെമിക്കൽ മാർക്കറുകൾ പോലെയുള്ള ഇപ്പൊ നമ്മുടെ CT സ്കാൻ, MRI, FTG സ്കാൻ, ട്രോഡാറ്റ് സ്കാൻ പോലെയുള്ള മാർക്കറുകൾ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് എക്സ്പെൻസീവ് ആയതുകൊണ്ടും എല്ലാവർക്കും അത് ഫിനാൻഷ്യലി താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഈ പരിമിതികൾ കാരണം ഫലങ്ങൾ തീർച്ചയായിട്ടും നല്ല ഇംപ്രവൈസേഷൻ ഉണ്ടാവും. പക്ഷെ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് എന്നുള്ള ബോധ്യം എനിക്കും എൻ്റെ സ്ഥാപനത്തിനും തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഗവേഷണത്തിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ക്ലിനിക്കൽ പരീക്ഷണം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഭാവിയിലെ പഠനങ്ങൾ ഒന്നിലധികം ആശുപത്രികളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ലിനിക്കൽ ഗവേഷണത്തിൽ സുവർണ നിലവാരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഡബിൾ ബ്ലൈൻഡ് റാൻഡമൈസ്ഡ് നിയന്ത്രിത ഡിസൈനുകളും അവയിൽ നമ്മൾ അടുത്തതിൽ ഉൾപ്പെടുത്തും. കൂടാതെ ഇൻഫ്ലമേഷൻസും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഗട്ട് മൈക്രോബിയോം മാറ്റങ്ങൾ തുടങ്ങിയ ജൈവശാസ്ത്രപരമായ മാർക്കറുകളെ കുറിച്ചിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോ മൈഡോപ്പ രോഗത്തിന്റെ പുരോഗതി സ്വാധീനിക്കുമോ
അത് ദീർഘകാല തെറാപ്പിയുടെ സങ്കീർണതകൾ കുറയ്ക്കുമെന്ന് മനസ്സിലാക്കാൻ ദീർഘകാല നിരീക്ഷണം തീർച്ചയായിട്ടും ആവശ്യമാണ്. നമുക്ക് സ്റ്റഡി അല്ലാതെ മൈഡോപ്പ സ്ഥിരമായിട്ട് ദീർഘകാലമായിട്ട് കഴിക്കുന്ന ഒരുപാട് പേഷ്യൻസിന്റെ എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ഒരു സെഗ്മെന്റിന്റെ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 100 പാർക്കിൻസൺ രോഗികളെ ഉൾപ്പെടുത്തി നടത്തിയ ഈ ക്ലിനിക്കൽ പഠനത്തില് മൈഡോപ്പ തെറാപ്പി മോട്ടോൺ ലക്ഷണങ്ങൾ ഗണ്യമായ പുരോഗതി കാണിച്ചിട്ടുണ്ട്. ഡെയിലി ആക്ടിവിറ്റീസിലും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഒരു കേസിലും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് ഞാൻ ഡോക്ടർ നീതു പാർക്കിൻസൺ ഡിസീസ് എക്സ്പെർട്ട് ഇൻ ഹ്യൂമൻ മൈഡോപ്പ ഇൻസൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഡോക്ടർ നീതുവിനെ ഞാൻ ഹൃദയപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു ഡോക്ടർ നീതു. താങ്ക് യു ഡോക്ടർ വിജിത്ത്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ വിജിത്ത് മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മൈഡോപ്പയുടെ ക്ലിനിക്കൽ എവല്യൂഷൻ വിലയിരുത്തുന്നതിനായിട്ട് UPDRS, അതായത് യൂണിഫൈഡ് പാർക്കിൻസൺസ് ഡിസീസ് റേറ്റിംഗ് സ്കെയിലാണ് നമ്മൾ ഉപയോഗിച്ചു വന്നത്. ഇത് പാർക്കിൻസൺസ് രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും അല്ലെങ്കിൽ പുരോഗതിയൊക്കെ അളക്കാൻ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്ലിനിക്കൽ സ്കെയിലാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിശോധനയിൽ സ്കോർ കുറയുന്നത് മാത്രം നോക്കി രോഗം ഭേദമായി എന്ന് നമുക്ക് പറയാനാവില്ല. പാർക്കിൻസൺസ് എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് രോഗമല്ല, അതൊരു ക്രോണിക് പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗമാണ്. അതുകൊണ്ട് അതിന്റെ പുരോഗതി എന്ന് പറയുന്നത് ഒരു ഇവന്റ് അല്ല, ഒരു ട്രാജക്ടറിയാണ്. അതിനാല് ഞങ്ങൾ നോക്കുന്നത് ഒരു ഒറ്റ പോയിന്റിലുള്ള മാറ്റമല്ല, മറിച്ച് രോഗത്തിന്റെ മുന്നേറ്റത്തിന്റെ രൂപം, അതായത് ട്രാജക്ടറി പാറ്റേൺ എങ്ങനെ മാറുന്നു എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, രോഗി സ്വയം ഭക്ഷണം കഴിക്കാനും മുന്നത്തെക്കാട്ടിലും എളുപ്പമായിട്ടുണ്ടോ, അല്ലെങ്കിൽ നടക്കുമ്പോൾ അവർക്ക് മുന്നത്തെക്കാട്ടിലും ആത്മവിശ്വാസം വന്നിട്ടുണ്ടോ, വസ്ത്രം ധരിക്കാൻ മുന്നത്തെക്കാട്ടിലും ഇപ്പൊ ഒരു സഹായത്തിന്റെ കുറവ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എഴുത്ത് മുൻപത്തേക്കാൾ വ്യക്തമായിട്ടുണ്ടോ, കുടുംബാംഗങ്ങൾ പറയുന്ന ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇവയെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്ലിനിക്കൽ പുരോഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മൈഡോപ്പയുടെ പഠനത്തിൽ കണ്ടിട്ടുള്ള സാധാരണ പുരോഗതി മാതൃക നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 4 മുതൽ 6 ആഴ്ച വരെ ഉള്ള ഘട്ടത്തില് ചെറുതും സൂക്ഷ്മവുമായിട്ടുള്ള മാറ്റങ്ങളാണ് രോഗികളിൽ അനുഭവിച്ചു തുടങ്ങിയത്. അതായത് ട്രമറിൽ ഒരു നേരിയൊരു കുറവുണ്ടായി, മസിൽ ടോൺ അല്പം മൃദുവായി, അതേപോലെ ചലനം തുടങ്ങാൻ അല്പം എളുപ്പമായി. ഉദാഹരണം പറയുകയാണെങ്കിൽ, മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് എടുക്കുമ്പോൾ കൈ കൂടുതലായിട്ട് വിറച്ചിരുന്നെങ്കിൽ ഇപ്പോ അതിലൊരല്പം നിയന്ത്രണം വന്നതായിട്ട് രോഗികൾ പറയാറുണ്ട്. അപ്പൊ ഈ ഘട്ടം എന്ന് പറയുന്നത് രോഗിക്കും അവരുടെ കുടുംബത്തിനും പ്രതീക്ഷ നൽകുന്ന ഒരു ആദ്യ സൂചനയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇത് ഒരു ഡ്രമാറ്റിക് ഇംപ്രൂവ്മെന്റ് അല്ല, പക്ഷെ ന്യൂറോ ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് ആരംഭിക്കുന്നതിന്റെ ഒരു ആദ്യ സൂചനയായിട്ട് വേണം മനസ്സിലാക്കേണ്ടത്. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിലെ പുരോഗതി കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അതായത് റിജിഡിറ്റി, പ്രത്യേകിച്ച് അപ്പർ ലിം ടോണ് കുറയാൻ തുടങ്ങി. അതേപോലെ കൂടുതൽ സ്ഥിരതയോടെ അവരുടെ നടത്തം, അതായത് ചുവടുകൾ അവർക്ക് എടുത്തു വെക്കാൻ സാധിച്ചു. ഷഫ്ലിംഗ് ഗെയിറ്റ് കുറയാൻ തുടങ്ങി. അതേപോലെ അവർക്ക് മുമ്പ് നടക്കാൻ തുടങ്ങിയോ അല്ലെങ്കിൽ കസേരയിൽ നിന്നൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെറിയൊരു ഹെസിറ്റേഷൻ തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോഴ് അവർക്ക് ചലനം ആരംഭിക്കുന്നതിൽ കുറച്ചുകൂടെ എളുപ്പവും അത് സ്വാഭാവികമായിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബേസൽ ഗാംഗ്ലിയ സർക്യൂട്ടറിയിൽ ഡോപ്പമിനർജിക് സപ്പോർട്ട് സ്ഥിരതയിലേക്ക് എത്തിയതിന്റെ സൂചന ആയിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ കോർഡിനേഷനിൽ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫിംഗർ ടാപ്പിംഗ് ടെസ്റ്റ് ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഷർട്ട് ബട്ടണിംഗ് പോലുള്ള ADL പ്രവർത്തനം, അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് കുറച്ചുകൂടെ അവർക്ക് എളുപ്പമായിട്ടൊക്കെ തോന്നി. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും, പക്ഷെ അത് മോട്ടോർ കോർട്ടെക്സ് ബേസൽ ഗാംഗ്ലിയ ലൂപ്പിലെ ഫങ്ഷണൽ സ്റ്റെബിലൈസേഷന്റെ ഒരു സൂചനയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഈ ഒരു ഘട്ടത്തിൽ രോഗികൾക്ക് മുമ്പത്തെക്കാളുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ADL ഇൻഡിപെൻഡൻസ് മെച്ചപ്പെട്ടത് അവരുടെ കുടുംബത്തിന്റെ സൈക്കോളജിക്കൽ ബേർഡൻ കുറയ്ക്കാനും കൂടെ സഹായിച്ചിട്ടുണ്ട്.
അടുത്ത ഇനി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ആയിരുന്നു. അതായത് മുമ്പുണ്ടായിരുന്ന പുരോഗതി നിലനിർത്താൻ സാധിച്ചു. അതുപോലെ സിംറ്റംസ് ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കാൻ സാധിച്ചു. മോട്ടോർ കൺട്രോൾ കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റ് റിക്കവറി ആണെന്ന് വിചാരിക്കരുത്. അതൊരു ഗ്രാജുവൽ മോട്ടോർ സ്റ്റെബിലൈസേഷൻ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശദീകരണം പറയുകയാണെങ്കിൽ ഈ 3 മാസം കഴിഞ്ഞപ്പോൾ കണ്ട പുരോഗതി എന്ന് പറയുന്നത് ഡോപ്പമിനർജിക് സപ്പോർട്ട് ലഭിക്കുന്ന സമയരേഖയോട് പൊരുത്തപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ മൈഡോപ്പ ശരീരത്തിലെ ഡോപ്പമിൻ പിന്തുണ നൽകുന്നതിലൂടെ എന്തൊക്കെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലന നിയന്ത്രണം അവർക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. അതേപോലെ റിജിഡിറ്റി കുറയ്ക്കാൻ സാധിച്ചു. ബ്രാഡിക്കനേസിയെ നിയന്ത്രിക്കാൻ പറ്റി. ഫൈൻ മോട്ടോർ കോർഡിനേഷൻ മെച്ചപ്പെടുത്താനും സഹായിച്ചു. അതോടൊപ്പം തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി മോഡുലേഷൻ പോലുള്ള ഘടകങ്ങളും പങ്കുവഹിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ഗവേഷണം നമുക്ക് ആവശ്യമായിട്ടും ഉണ്ട്. അപ്പൊ ഇതില് രോഗികൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാർക്കിൻസൺസ് രോഗത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു മാറ്റമല്ല, അത് പതുക്കെ സ്ഥിരതയോടെ വരേണ്ട ഒരു മാറ്റമാണ്. ഒരു ദിവസം ഓണായിട്ട് ഒരു ദിവസം ഓഫായിട്ട് എന്നുള്ള രീതി മാറിയിട്ട് മാസങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഒരു 6 മാസം വരെ കണ്ട ആ സ്ഥിരത എന്ന് പറയുന്നത് ശ്രദ്ധേയമായിരുന്നു, അതുപോലെ പ്രാധാന്യമുള്ളതുമായിരുന്നു. എങ്കിലും രോഗികളുടെ ഭാഗത്തു നിന്ന് ചില സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതേപോലെ ലോങ് ടേം ന്യൂറോ പ്രൊട്ടക്ഷൻ ഉണ്ടാവുമോ? ഡിസീസ് മോഡിഫൈഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ? അല്ലെങ്കിൽ ലോങ് ടേം സേഫ്റ്റി പ്രൊഫൈൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ അനിവാര്യമാണ്. ഇവയിലൂടെ മാത്രമേ നമുക്ക് ദീർഘകാല ഫലപ്രാപ്തിയും അതുപോലെ സുരക്ഷിതത്വം ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഞങ്ങളുടെ അതായത് വയാംസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സിംറ്റംസ് റിലീഫ് മാത്രമല്ല, മോട്ടോർ സ്റ്റെബിലൈസേഷൻ, ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, അതുപോലെ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുക എന്നതാണ്. പാർക്കിൻസൺസ് ചികിത്സയെ ഒരു ഷോർട്ട് ടേം റെസ്പോൺസ് ആയിട്ട് കാണാതെ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി മോഡലായിട്ട് സമീപിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അടുത്തത് ഈ മോട്ടോർ ആൻഡ് നോൺ മോട്ടോർ ലക്ഷണങ്ങളിലെ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. നമുക്കറിയാം പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സാധാരണയായിട്ട് ആദ്യം ചിന്തിക്കുന്നത് മോട്ടോർ സിംറ്റംസ് തന്നെയായിരിക്കും, അതായത് ട്രമർ, റിജിഡിറ്റി, ബ്രാഡിക്കനേസിയ തുടങ്ങിയവയൊക്കെ. എന്നാൽ ഈ ക്ലിനിക്കൽ പ്രാക്ടീസിൽ രോഗിയുടെ ദിനചര്യയെ കൂടുതൽ ബാധിക്കുന്നത് കൂടുതലും നോൺ മോട്ടോർ സിംറ്റംസ് ആയിരിക്കും. നമ്മുടെ പഠനത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50% രോഗികൾക്ക് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. 40% പേർക്ക് ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 30% ആൾക്കാർക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് കാണിച്ചിരുന്നു. പ്രധാനമായിട്ടും ഈ നോൺ മോട്ടോർ ലക്ഷണങ്ങൾ പലപ്പോഴും മോട്ടോർ ഡയഗ്നോസിസിന് മുൻപ് തന്നെ ആരംഭിക്കാറുണ്ട്. സോ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സിസ്റ്റം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി ഈ നോൺ മോട്ടോർ ലക്ഷണങ്ങളുടെ ഒരു ശാസ്ത്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കോൺസ്റ്റിപ്പേഷൻ ആണ്. അതായത് അത് ഈ എൻഡറിക് നെർവസ് സിസ്റ്റം ഡിസ്ഫങ്ഷനോടും അതുപോലെ ഗട്ട് മൈക്രോബിയം ഇംബാലൻസിനോടും ബന്ധപ്പെട്ടതായിരിക്കും. ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഇന്ന് പാർക്കിൻസൺസ് ഗവേഷണത്തിൽ വളരെ പ്രാധാന്യം നേടുന്ന ഒരു മേഖലയാണ്. പറഞ്ഞ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ആണ്. അത് ബ്രെയിൻ സ്റ്റെമ്മിലെ REM സ്ലീപ്പ് റെഗുലേഷൻ ഇമ്പയർമെന്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ആൻസൈറ്റി, ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡോപ്പമിനർജിക് സെറാട്ടോണിക് പാത്വേസിലെ ന്യൂറോ കെമിക്കൽ വ്യത്യാസങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. നമ്മുടെ മുന്നേയുള്ള വെബിനാറുകളിൽ നമ്മൾ ഈ മോട്ടോർ നോൺ മോട്ടോർ സിംറ്റംസിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ പഠനകാലത്ത് മൈഡോപ്പ ഉപയോഗിച്ചിരുന്ന രോഗികളിൽ പലരും പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന സിംറ്റംസ്, അതായത് മലബന്ധം കുറയുകയും മലസഞ്ചാരം ക്രമമായിട്ട് നടക്കുകയും ചെയ്തു. അതുപോലെ ഉറക്കം കിട്ടിത്തുടങ്ങി, ഉറക്കത്തിന്റെ ക്വാളിറ്റി അവർക്ക് മെച്ചപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. അതേപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ശരീരത്തിന്റെ സ്റ്റിഫ്നെസ്, റിജിഡിറ്റി ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും
മനസ്സിൽ സ്ഥിരതയും ആശ്വാസവും ഒക്കെ ലഭിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഒബ്സർവേഷണൽ ക്ലിനിക്കൽ റിപ്പോർട്ട്സ് ആണ്. പക്ഷെ ഡയറക്റ്റ് മെക്കാനിസ്റ്റിക് പ്രൂഫ് അല്ല. നമ്മുടെ ഫോർമുലേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ഘടകങ്ങളെ നമ്മൾ ബയോളജിക്കലി പ്ലോസിബിൾ മെക്കാനിസത്തിനോട് ബന്ധിച്ച് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതാണ്. അതിലെ ത്രിഫല എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് മൊബിലിറ്റിയെ മെച്ചപ്പെടുത്താൻ, അതുപോലെ ബവൽ റെഗുലേഷൻ ഉണ്ടാക്കാൻ, അതുപോലെ ഗട്ട് മൈക്രോബിയം മോഡുലേഷൻ വഴിയിട്ട് നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ പരോക്ഷമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ത്രിഫല എന്നുള്ളത്. അശ്വഗന്ധ എന്ന് പറയുന്നത് അതിന് അഡാപ്റ്റോജനിക് എഫക്റ്റ് ഉണ്ട്. അത് മുഖേന നമുക്ക് സ്ട്രെസ് റെസ്പോൺസ് മോഡുലേഷൻ, അതുപോലെ കോഗ്നിറ്റീവ് സപ്പോർട്ട് നൽകാൻ സാധ്യതയുള്ളതുമാണ്. ഇതില് ഈ നോൺ മോട്ടോർ ലക്ഷണങ്ങളിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി നമുക്ക് നേരിട്ട് നമ്മളെ സ്വാധീനിച്ചത് എന്തിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗിക്ക് മരുന്ന് കൃത്യമായിട്ട് കഴിക്കാൻ സാധിച്ചത്, കെയർ ഗിവേഴ്സിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ സാധിച്ചത്, ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ പറ്റിയത്, അതുപോലെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, രോഗിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പാർക്കിൻസൺസ് പരിചരണത്തിൽ മോട്ടോർ ലക്ഷണങ്ങൾ മാത്രം പരിഗണിക്കുന്നത് മതിയാവത്തില്ല. രോഗിയുടെ പൂർണ്ണ ജീവിതാനുഭവം, അതായത് അവരുടെ ടോട്ടൽ ഡിസീസ് ബേർഡൻ ഉൾപ്പെടുത്തി നമ്മൾ വിലയിരുത്തേണ്ടതാണ്. സോ മൈഡോപ്പയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോട്ടോർ കൺട്രോൾ മാത്രമല്ല, മോട്ടോർ സ്റ്റെബിലൈസേഷനോടൊപ്പം നമ്മൾ നോൺ മോട്ടോർ ബേർഡൻ കുറയ്ക്കുകയും അതേപോലെ രോഗിയുടെ ഓവറോൾ ഫങ്ഷൻ വെൽബീയിങ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമഗ്രവും ഉത്തരവാദിത്വമുള്ള ഒരു ഇന്റഗ്രേറ്റീവ് സമീപനമാണ് ലക്ഷ്യമിടുന്നത്. അടുത്തത് നമ്മുടെ ജീവിത നിലവാരത്തിൽ, അവരുടെ പേഷ്യൻസിലെ ജീവിത നിലവാരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ UPDRS പാർട്ട് 2 PDQ-39 പോലുള്ള സ്കോറുകൾ ഡോക്ടർ വിജിത് സംസാരിച്ചത് ഞാനത് ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. അത് വെറും ഒരു അക്കങ്ങൾ മാത്രമല്ല, അവ രോഗിയുടെ ദിനചര്യ, അതേപോലെ ആത്മവിശ്വാസം, സാമൂഹിക പങ്കാളിത്തം, സ്വയം പര്യാപ്തത എന്നിവയിൽ ഉണ്ടാകുന്ന യഥാർത്ഥ മാറ്റങ്ങളുടെ ഒരു ക്ലിനിക്കൽ പ്രതിഫലനങ്ങളാണ്. ഒരു സ്കോർ കുറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പാർക്കിൻസൺസ് രോഗിയുടെ ജീവിതം കുറച്ചുകൂടി നോർമലൈസ് ആകുന്നതാണ് നാം കാണേണ്ടത്. ഈ UPDRS പാർട്ട് 2 എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അതായത് ADL വിലയിരുത്തുന്നതാണ്. അവരുടെ എഴുന്നേക്കല്, അല്ലെങ്കിൽ നടക്കല്, ഭക്ഷണം കഴിക്കല്, വ്യക്തിഗത ശുചിത്വം ഒക്കെ അതിൽ ഉൾപ്പെട്ടതാണ്. അതുപോലെ PDQ-39 എന്ന് പറയുമ്പോൾ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വിവിധ മേഖലകളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, അതായത് മൊബിലിറ്റി, ഇമോഷണൽ വെൽബീയിങ്, സ്റ്റിഗ്മ, സോഷ്യൽ സപ്പോർട്ട്, കോഗ്നിഷൻ എന്നിവയിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്നതാണ് PDQ-39 എന്നുള്ളത്. ഈ മൈഡോപ്പ ഉപയോഗിച്ചതിന് ശേഷം പല രോഗികളും പങ്കുവച്ചിട്ടുള്ള നല്ല അനുഭവങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മൂവ്മെന്റ്സ് ആരംഭിക്കുമ്പോഴുണ്ടാകുന്ന ആ ഹെസിറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരൊരു ചെയറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ സ്വാഭാവികത അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. പുറത്തിറങ്ങി നടക്കുമ്പോൾ അവർക്ക് വീഴുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു തുടങ്ങി. ആത്മവിശ്വാസം വർദ്ധിച്ചു. ഭക്ഷണ സമയത്ത് കൈയുടെ നിയന്ത്രണം മുമ്പത്തെക്കാളും മെച്ചപ്പെട്ടു. അതുപോലെ ട്രമർ കാരണം ഉണ്ടായിരുന്ന ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു അസ്വസ്ഥത അവർക്ക് കുറഞ്ഞു തുടങ്ങി. അതിലൊരു രോഗി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഒരു കപ്പ് ചായ എടുക്കുമ്പോൾ കൈ വിറയ്ക്കുമ്പോൾ അവർക്കൊരു ആത്മസങ്കോചം തോന്നിയിരുന്നു. പക്ഷെ അതിലിപ്പോ വ്യക്തമായിട്ടുള്ള മാറ്റം അവർക്ക് കണ്ടു തുടങ്ങി എന്നാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ YOPD, യങ് ഓൺസെറ്റ് പാർക്കിൻസൺ ഡിസീസ് ആയിട്ടുള്ള കുറച്ച് പേഷ്യൻസ് വീണ്ടും അവരുടെ പാർട്ട് ടൈം ജോലികളൊക്കെ ആരംഭിച്ചു. അതേപോലെ തന്നെ ദീർഘകാലമായിട്ട് ഒഴിവാക്കിയിരുന്ന ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ്, അതുപോലെ ട്രിപ്സ്, അതുപോലെ സാമൂഹ്യമായിട്ടുള്ള പരിപാടികളിലൊക്കെ അവർക്ക് വീണ്ടും പങ്കെടുക്കാൻ സാധിച്ചു എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളിൽ ഈ പറഞ്ഞതൊക്കെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് നമ്മളത് കരുതേണ്ടത്. കാരണം ഇത്തരം രോഗങ്ങൾ സാധാരണയായിട്ട് പ്രതീക്ഷിക്കുന്നത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിക്ലൈൻ ആണ്. അതുകൊണ്ട് 6 മാസം പോലും രോഗസ്ഥിതി ക്ലിനിക്കൽ സ്റ്റെബിലിറ്റിയോടുകൂടി നിലനിർത്തുന്നത് ചിലപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഔട്ട്കം ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതായത് പുരോഗതി പ്രതീക്ഷിക്കുന്ന ഇത്തരം രോഗത്തിൽ സ്ഥിരത നിലനിർത്തുന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും എപ്പോഴും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ചെറിയൊരു പുരോഗതി പോലും രോഗിയുടെ ആത്മവിശ്വാസത്തിൽ, അതേപോലെ തന്നെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസിലും ഒക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. എങ്കിലും ഈ ഫലങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് അത്യാവശ്യമാണ്, അല്ലെ? അപ്പോൾ നമ്മുടെ പഠനം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ലേബൽ ഡിസൈൻ ആയിട്ടായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് രോഗികൾക്കും ഡോക്ടർമാർക്കും എന്ത് ചികിത്സയാണ് നൽകുന്നതെന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഒരു പ്ലാസിബോ ഇൻഫ്ലുവൻസ് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അതായത് ഒരു രോഗിക്ക്
ഇത് എനിക്ക് ഗുണം ചെയ്യുമെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ച് മെച്ചം അവർക്ക് അനുഭവപ്പെട്ടതായിട്ട് തോന്നും. അതെന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കലി ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഒരു ബ്ലൈൻഡിങ് ഇല്ലാത്തതിന്റെ സാഹചര്യത്തിൽ ഈ സബ്ജക്റ്റീവ് ഇംപ്രൂവ്മെന്റ് റിപ്പോർട്ടുകളിൽ ചെറിയ പക്ഷപാതങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഈ കണ്ടെത്തലുകളൊക്കെ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ജനറേറ്റിംഗ് എവിഡൻസ് എന്ന നിലയിലാണ് കാണേണ്ടത്. അത് അർത്ഥമാക്കുന്നത് ഈ പഠനം എന്ന് പറയുന്നത് ഒരു പുതിയ സാധ്യത നമുക്ക് സൂചിപ്പിച്ചു തരുന്നു. എന്നാൽ അത് ഉറപ്പിക്കാൻ നമുക്ക് ഇനിയും കർശനമായിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നമുക്ക് ആവശ്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിരുന്നാലും നമ്മൾ ഈ രോഗികളിൽ കണ്ടിട്ടുള്ള മാറ്റങ്ങളുടെ വ്യാപ്തിയും സ്ഥിരതയൊന്നും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. പക്ഷെങ്കിൽ അത് കൂടുതൽ ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഇനിയും റാൻഡമൈസ്ഡ് ആയിട്ടുള്ള ട്രയൽസ്, അതായത് രോഗികളെ യാദർശികമായിട്ട് 2 ഗ്രൂപ്പുകളാക്കി പഠനം നടത്തുക, ബ്ലൈൻഡഡ് സ്റ്റഡീസ്, അതായത് രോഗിക്കും ഡോക്ടർക്കും ഏത് ചികിത്സ ലഭിക്കുന്നു എന്ന് അറിയാത്ത രീതിയിൽ പഠനം നടത്തുക, ലോങ്ങർ ഫോളോ അപ്പ് പീരീഡ്സ്, അതായത് ദീർഘകാല ഫലവും സുരക്ഷിതത്വം മനസ്സിലാക്കാൻ രോഗികളെ കൂടുതൽ കാലം നിരീക്ഷിക്കുക, ബയോമാർക്കർ കോറിലേഷൻ, അതായത് ശാസ്ത്രീയമായ തെളിവ് ലഭിക്കാനും നമുക്ക് ലക്ഷണങ്ങളിൽ വന്ന മാറ്റം നമുക്ക് ലാബ് പരിശോധനകളിലും മറ്റുമായിട്ട് അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതേപോലെ മൾട്ടി സെന്റർ ട്രയൽസ്, ഇപ്പോൾ നമ്മൾ വയാംസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല പല ആശുപത്രികളിൽ ഒരേ സമയം പഠനം നടത്തുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ദീർഘകാല ഫലപ്രാപ്തിയും യഥാർത്ഥ ചികിത്സാ മൂല്യവും വ്യക്തമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സ്ത്രീകളിലും ഉണ്ടാകുന്ന പാർക്കിൻസൺസ് രോഗത്തെ കുറിച്ചിട്ട്, അതായത് ഈ പാർക്കിൻസൺസ് രോഗത്തെ കുറിച്ചിട്ട് പഴയ പല പഠനങ്ങളും കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ സ്ത്രീകളില് ഈ രോഗം ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് കാണാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 2 പേർക്ക് ഈ പാർക്കിൻസൺസ് രോഗമുണ്ട്. അതായത് ഒരു പുരുഷനും ഉണ്ട്, ഒരു സ്ത്രീക്കും ഉണ്ട്. 2 പേർക്കും കൈക്ക് വിറയലുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കും. എന്നാൽ സ്ത്രീക്ക് അതിനൊപ്പം കൂടുതൽ ഉത്കണ്ഠയും വിഷാദവും ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാവാം. ആ ഒരു ലേഡി തന്നെ ആയിരിക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങളും നോക്കുന്ന പ്രധാന ആളെന്ന് പറയുന്നത്. അവർക്ക് അതുകൊണ്ട് മാനസിക സമ്മർദ്ദം മറ്റുള്ള ആളിനെക്കാട്ടിലും ഇരട്ടിയായിരിക്കും. സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്. അത് നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്നതാണ്. പക്ഷെ മെനോപോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോർമോണിന്റെ ലെവൽ കുറയും. അപ്പോൾ ഇവർക്കുണ്ടായിരുന്ന രോഗലക്ഷണങ്ങളിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായി കാണാറുണ്ട്. ഈ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ അതുപോലെ ബോൺ ഡെൻസിറ്റി വളരെ വേഗം കുറയുന്നത് കൊണ്ട് ബാലൻസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വീഴ്ച അപകടമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് സ്ത്രീകളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഈ വിറയൽ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോട്ടോർ ലക്ഷണങ്ങൾ പുരുഷന്മാരും സ്ത്രീകളിലും ഏകദേശം സമാനമായിട്ടുള്ള പുരോഗതിയായിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ സ്ത്രീകളിൽ മാനസിക ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇമോഷണൽ വെൽബീയിങ്ങിൽ കൂടുതൽ മാറ്റം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചില ചോദ്യങ്ങൾ ഉയരാം. ഇതിലെ ചില ഘടകങ്ങൾ സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ സ്ത്രീകളിൽ കൂടുതൽ ഫലപ്രദമാണോ, അല്ലെങ്കിൽ ഹോർമോണുകളുടെ പശ്ചാത്തലം ചികിത്സയുടെ ഫലത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇവയ്ക്ക് ഇപ്പോഴും നമുക്ക് ഉറച്ചൊരു ഉത്തരം തരാൻ സാധിക്കില്ല. അതിനാൽ ഭാവിയിൽ സ്ത്രീകളെ പ്രത്യേകം ഉൾപ്പെടുത്തി നടത്തുന്ന പഠനങ്ങൾ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ചുരുക്കം പറഞ്ഞാൽ പാർക്കിൻസൺസ് എന്ന് പറയുന്നത് ഒരേ രോഗമാണെങ്കിലും അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ പ്രകടമാകണമെന്നില്ല. അതുകൊണ്ട് അവരുടെ ചികിത്സയും ചിലപ്പോൾ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ലിംഗഭേദം പരിഗണിച്ച് നമുക്ക് ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വയാംസിലെ സംയോജിത പരിചരണ മാതൃക എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ഡിസോർഡർ മാത്രമല്ല, അതൊരു മൾട്ടി സിസ്റ്റം ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷനാണ്. ശരീരത്തിന്റെ ചലനങ്ങള്, അതുപോലെ ദഹന പ്രക്രിയ, ഉറക്കം, മാനസികാവസ്ഥ, ആത്മവിശ്വാസം, സാമൂഹികമായിട്ട് ഇടപെടുന്ന രീതി തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന ഒരു ദീർഘകാല അവസ്ഥയാണ്. അതുകൊണ്ട് ഒരൊറ്റ മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൊണ്ടോ മാത്രം ഉപയോഗിച്ച് രോഗത്തിന്റെ എല്ലാ വശവും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. സമഗ്രവും അതേപോലെ ഏകോപിതവുമായിട്ടുള്ള ഒരു സമീപനമാണ് ഏറ്റവും യുക്തിസഹമായിട്ടുള്ളതും ഫലപ്രദമാകുന്നതും. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ മൈഡോപ്പ എന്ന് പറയുന്നത് ഈ പാർക്കിൻസൺസ് ഡിസീസിനുള്ള ഒരു മാജിക്കൽ റെമഡി അല്ല. അതായത് പാർക്കിൻസൺസ് രോഗം പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു ക്യൂർ അല്ല, നിലവിലുള്ള ന്യൂറോളജി ചികിത്സയുടെ പകരക്കാരനുമല്ല, അലോപ്പതി ചികിത്സയ്ക്കെതിരെ നിലകൊള്ളുന്ന ഒരു സമീപനവുമല്ല. ഇത് ഒരു ബൊട്ടാണിക്കൽ ഫോർമുലേഷനായിട്ട് ഒരു ഓപ്പൺ ലേബൽ ക്ലിനിക്കൽ ഒബ്സർവേഷനിൽ പ്രതീക്ഷാജനകമായിട്ടുള്ള മാറ്റങ്ങൾ കാണിച്ച ഒരു ഇന്റഗ്രേറ്റീവ്
കെയർ ഫ്രെയിം വർക്കിന്റെ ഭാഗം മാത്രമാണ്. സോ ലളിതമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചെടി വളരാൻ നമുക്ക് വെള്ളം മാത്രം മതിയാവില്ല. അതിന് മണ്ണ് വേണം, വെളിച്ചം വേണം, വളം വേണം, പരിചരണം വേണം. ഇവയെല്ലാം ചേർന്നാലാണ് ആ ചെടി നല്ലതായിട്ട് വളരുന്നത്. അതുപോലെ തന്നെ മൈഡോപ്പയെ ഒരു സ്റ്റാൻഡ് അലോൺ ഫാർമക്കോളജിക്കൽ ഡ്രഗായി കാണാതെ ഒരു ന്യൂറോ റീഹാബിലിറ്റേറ്റീവ് എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി വയാംസില് മൈഡോപ്പ ഉപയോഗിച്ചൊരു വലിയ മൾട്ടി ഡിസിപ്ലിനറി ഇന്റഗ്രേറ്റീവ് മോഡലിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തെ നമ്മുടെ പഞ്ചകർമ്മ ഇന്റർവെൻഷൻസ്, അതായത് ശരീരത്തിന്റെ കഠിനത കുറയ്ക്കാനും ചലന സൗകര്യം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ഒക്കെ നമ്മുടെ പഞ്ചകർമ്മ സഹായിക്കുന്നുണ്ട്. മസിലുകളുടെ ശക്തി നിലനിർത്താനും അതുപോലെ മോട്ടോർ പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും നടപ്പിന്റെ നിയന്ത്രണം മെച്ചപ്പെടുത്താനും നമ്മൾ സ്ട്രക്ചേർഡ് ഫിസിയോതെറാപ്പി ആൻഡ് ഗെയ്റ്റ് ട്രെയിനിങ് നൽകുന്നുണ്ട്. ശബ്ദത്തിന്റെ ശക്തി അതുപോലെ ആർട്ടിക്കുലേഷനൊക്കെ മെച്ചപ്പെടുത്താനായിട്ട്, കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി ഉയർത്താനും വിഴുങ്ങൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് നമ്മൾ സ്പീച്ച് ആൻഡ് സ്വാളോ തെറാപ്പി നൽകുന്നുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും രോഗിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ദഹനം മെച്ചപ്പെടുത്താനും ഗട്ട് മൈക്രോബിയം സ്വാധീനിക്കുകയും ഗട്ട് ബ്രെയിൻ ആക്സിസ് വഴി നമ്മുടെ നാഡി ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് റെഗുലേഷൻസ് നൽകുന്നുണ്ട്. ബാലൻസ് മെച്ചപ്പെടുത്താനും ശരീരത്തിന്റെ കഠിനത കുറയ്ക്കാനും ശ്വാസ നിയന്ത്രണം മെച്ചപ്പെടുത്താനും അതേപോലെ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം സമതുലിതാവസ്ഥയിൽ എത്തിക്കാനായിട്ട് നമ്മൾ യോഗ ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബ്രീത്തിങ് ട്രെയിനിങ് നമ്മൾ നൽകുന്നുണ്ട്. ഇനി മൈഡോപ്പയുടെ സാധ്യതാപരമായിട്ടുള്ള ഒരു പ്രവർത്തന മാർഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം തന്നെ ഇത് ഇപ്പോഴും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത പഠനത്തിലിരിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. പക്ഷെ ഇതിലെ ചില സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആന്റി ഓക്സിഡന്റ് എഫക്റ്റ്, അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ന്യൂറോൺ ഡാമേജിൽ ഇതിനൊരു പങ്ക് വഹിക്കാം. ഇതിലെ ചില ഘടകങ്ങൾ കോശ സംരക്ഷണത്തിന് സഹായിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി മോഡുലേഷൻ, അതായത് ന്യൂറോ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത് ഡിസീസിന്റെ പ്രോഗ്രഷനെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ MAO-B മോഡുലേഷൻ എന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഒരു എൻസൈമാണ് ഈ MOAB എന്ന് പറയുന്നത്. ഇത് ഡോപാമിൻ എന്ന നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇപ്പൊ പാർക്കിൻസൺ രോഗത്തിൽ ഓൾറെഡി ഡോപാമിൻ ഇതിനകം കുറവായിട്ടായിരിക്കും. അപ്പൊ ഈ MOAB കൂടുതൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡോപാമിൻ വേഗം കുറയും. അപ്പോൾ ഈ MAO-B മോഡുലേഷൻ എന്ന് പറയുന്നത് ഈ എൻസൈംസിന്റെ പ്രവർത്തനത്തെ കുറയ്ക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സാധിക്കും? ഡോപാമിൻ കൂടുതൽ നേരം നമ്മുടെ തലച്ചോറിൽ നിലനിർത്താൻ സഹായിക്കുന്നു, മോട്ടോർ സിംറ്റംസ് കുറയ്ക്കാൻ സഹായിക്കുന്നു, അതുപോലെ ട്രമർ, റിജിഡിറ്റി, സ്ലോനെസ് ഒക്കെ നമുക്ക് അതിലൊക്കെ ചെറിയ മെച്ചങ്ങൾ കാണുന്നു. സോ മൈഡോപ്പയിലെ ഘടകങ്ങൾക്ക് ഈ MAO-Bന്റെ പ്രവർത്തനം മിതമായി സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ ഗട്ട് ബ്രെയിൻ ആക്സിസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്, ഗട്ട് മൈക്രോബിയം ബാലൻസ് മെച്ചപ്പെടുത്തുന്നത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് രസായന കൺസെപ്റ്റ്, ആയുർവേദത്തിൽ നമ്മുടെ കോശാരോഗ്യത്തിനും ധാതുബലത്തിനും നിലനിർത്തുന്ന ആശയമാണ് ഈ രസായന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിലെ ത്രിഫലയൊക്കെ അതിന് സഹായിക്കുന്നതായിരിക്കും. സോ ഇതുവരെയുള്ള പഠനത്തെ കുറിച്ചിട്ട് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, 6 മാസം രോഗികളെ നിരീക്ഷിച്ചപ്പോൾ ചികിത്സ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. ഈ ഒരു സമയത്ത് കൈകാലുകൾ നിയന്ത്രിക്കാനാവാത്ത പോലെയുള്ള ചലനങ്ങൾ, ഡിസ്കൈനേസിയ അല്ലെങ്കിൽ ഹാലൂസിനേഷൻസ് പോലെയുള്ള ഗുരുതര പാർശ്വഫലങ്ങളൊന്നും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചിലർക്ക് മൈൽഡ് ഡൈജസ്റ്റീവ് ഡിസ്കംഫേർട്സ്, അതായത് സ്റ്റൊമക് പെയിൻ, അസിഡിറ്റി, ഇൻഡൈജഷൻ പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുണ്ടായിട്ടില്ല. രക്തപരിശോധനയിലും മറ്റും വലിയ മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. അതായത് ശരീരം ചികിത്സയെ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാർക്കിൻസൺസ് ചികിത്സയിൽ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഈ രോഗം കൂടുതൽ പ്രോഗ്രസ് ആവാതിരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം രോഗികളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ന്യൂറോ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് നാഡീകോശങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവയുടെ നാശം നമ്മൾ മന്ദഗതിയിലാക്കുക എന്നുള്ളത്. അതായത് നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ തീ പിടിച്ചാൽ തീ അണയ്ക്കുന്നതിന് നമ്മൾ ലക്ഷണ നിയന്ത്രണമായിട്ട് കരുതുക. തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനെയാണ് ന്യൂറോ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാർക്കിൻസൺസ് ചികിത്സയിൽ നമുക്കിത് രണ്ടും ആവശ്യമാണ്.
ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലന ലക്ഷണങ്ങളിൽ അവർക്ക് മെച്ചം കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഉറക്കം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളിൽ മാറ്റം കണ്ടു. ജീവിത നിലവാരം മെച്ചപ്പെട്ടതായിട്ട് പലരും പറഞ്ഞു. 6 മാസത്തെ ഈ സുരക്ഷിതത്വം അവർക്ക് ആശ്വാസകരമായി തോന്നിയിട്ടുണ്ടെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാല് വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതൊന്നും അന്തിമമായിട്ടുള്ള ഒരു തെളിവല്ല. ഇവ കൂടുതൽ വലിയ പഠനങ്ങൾ നടത്താന് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ്. സോ ഭാവിയിൽ നമുക്ക് ലാർജ് റാൻഡമൈസ്ഡ് ട്രയൽസ്, അതുപോലെ ബ്ലൈൻഡഡ് സ്റ്റഡി ഡിസൈൻസ്, മൾട്ടി വാലിഡേഷൻ, ബയോമാർക്കർ ബേസ്ഡ് ഇവാലുവേഷൻ ഒക്കെ നമുക്ക് അനിവാര്യമായിട്ടുള്ളതാണ്. സോ പാർക്കിൻസൺസ് ചികിത്സ എന്ന് പറയുന്നത് ഒരു മരുന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വ്യത്യസ്ത ചികിത്സകൾ ഒരുമിച്ച് സഹകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മികച്ച ഫലം ലഭിക്കുന്നത്. ലക്ഷണ നിയന്ത്രണവും അതേപോലെ തന്നെ ന്യൂറോ പ്രൊട്ടക്ഷനും കൈകോർത്ത് പാർക്കിൻസൺസ് രോഗിയുടെ ജീവിത നിലവാരം നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതോടുകൂടി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, Dr. Needu. Okay, I hope I'm audible, correct? Yes. Okay. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് കടക്കാം. ഭാവിയിലെ പാർക്കിൻസൺസ് ചികിത്സയുടെ വഴി ഒരേ ഒരു ചികിത്സാ രീതിയെ തിരഞ്ഞെടുക്കുന്നതിലാവരുത്. പകരം വ്യത്യസ്ത ചികിത്സാ രീതികളെ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചിട്ട് രോഗിക്ക് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന മാർഗങ്ങൾ കണ്ടെത്തണം. ശാസ്ത്രം മുന്നോട്ട് നയിക്കണം. രോഗിയാണ് അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ആശയ വ്യത്യാസങ്ങൾ 2ാം സ്ഥാനത്തായിരിക്കണം. ഇന്നത്തെ ഈ ചർച്ചയുടെ അവസാനം ഒരു ചെറിയ ഒരു കാര്യം കൂടെ ഞാൻ പങ്കുവച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. ഈ രോഗം വന്നാൽ ജീവിതം അവസാനിച്ചു എന്ന്. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. പാർക്കിൻസൺസ് എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല. അത് ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമാണ്. ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും, ചില വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷെ അതോടൊപ്പം തന്നെ ശരിയായ അറിവും ശരിയായ ചികിത്സയും കുടുംബത്തിന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് നല്ല ജീവിതം തുടരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ശാസ്ത്രം ഇന്നും മുന്നോട്ട് പോവുകയാണ്. റിസർച്ചുകൾ, ഗവേഷണങ്ങൾ തുടരുകയാണ്. പുതിയ ചോദ്യങ്ങളും പുതിയ സാധ്യതകളും തുറന്നു വരികയാണ്. അതിനാൽ പാർക്കിൻസൺസ് രോഗത്തെ കാണേണ്ടത് ഒരിക്കലും ഭയത്തോടെയല്ല, കൃത്യമായിട്ടുള്ള അറിവ്, അവയർനെസ്, ക്ഷമ, പ്രത്യാശ. കാരണം അവസാനം ഒരു കാര്യം വളരെ പ്രധാനമാണ്. രോഗം എന്താണെന്നതല്ല, രോഗത്തോടൊപ്പം നാം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇത്തരം വെബിനാറുകൾ കഴിഞ്ഞ 6 മാസത്തിലധികമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. വേൾഡ് പാർക്കിൻസൺസ് ഡേ എല്ലാ വർഷവും ഏപ്രിൽ 11-ാം തീയതിയാണ് ലോകമെമ്പാടും അത് ആചരിച്ചു പോരുന്നത്. ഏപ്രിൽ 11-ന് നമ്മളൊരു മെഗാ വെബിനാർ അനൗൺസ് ചെയ്യാണ് ഇവിടെ. അതിന്റെ ക്യാപ്ഷൻ എന്ന് റീറൈറ്റിംഗ് ദി പാർക്കിൻസൺസ് ജേർണി, ഹോപ്പ്, ഇന്നോവേഷൻ ആൻഡ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഇൻ ആയുർവേദ ബേസ്ഡ് ന്യൂറോ കെയർ എന്നാണ്. അതിൽ ന്യൂറോളജിസ്റ്റുകൾ സംസാരിക്കുന്നുണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് സംസാരിക്കുന്നുണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് സംസാരിക്കുന്നുണ്ട്, യോഗ സ്പെഷ്യലിസ്റ്റ് സംസാരിക്കുന്നുണ്ട്, നാച്ചുറോപ്പതി ഡോക്ടർ സംസാരിക്കുന്നുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്നുണ്ട്, പേഷ്യന്റ് സക്സസ്, ചില പേഷ്യൻസ് വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് എക്സസൈസിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു തരാം. ഏപ്രിൽ 11-ാം തീയതിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ മാസം നമുക്ക് ഒരു വെബിനാറും കൂടെ ഉണ്ട്. ഇന്നത്തെ ഈ വെബിനാറിന്റെ തന്നെ അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇനി സംശയമുള്ള അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുള്ള ആൾക്കാര് കൃത്യമായി മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചു തുടങ്ങാം നമുക്ക്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. റിയാസ് പറയൂ. ഞാൻ കാസർഗോഡ് നിന്നാണ്. അപ്പൊ എനിക്ക് 38 വയസ്സാണുള്ളത്. ഓ. അപ്പൊ എനിക്കൊരു കൊല്ലം മുമ്പ്
പിന്നെ എൻ്റെ ഒരു മറ്റേ ഇടത് കൈയിന്റെ തള്ള വിരല് ചെറുങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. ആ അപ്പൊ ഞാനത് ആദ്യമൊന്നും കാര്യമായിട്ട് അങ്ങനല്ല, പിന്നെ ഞാനത് നോക്കിയത്. ഉം. അപ്പൊ എൻ്റെ നാട്ടിലൊരു ഫിസിഷ്യനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ അത് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു. ആ അങ്ങനെ ഞാൻ മംഗലാപുരത്തെ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ ആ അദ്ദേഹം പിന്നെ MRI സ്കാൻ എടുത്ത് നോക്കുമ്പോൾ MRI സ്കാനിൽ മറ്റേ നോർമൽ തന്നെയാണ്, അതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, തലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതൊരു പാർക്കിൻസൺസ് രോഗമാണെന്ന് പറഞ്ഞു. ആ അപ്പൊ എന്നെ അയച്ച ഫിസിഷ്യൻ അദ്ദേഹം കത്ത് ചെയ്ത് നിങ്ങൾ ഈ അയച്ച പേഷ്യന്റ് കഴിഞ്ഞ 6 മാസമായിട്ട് പാർക്കിൻസൺസ് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു. ആ അപ്പൊ ഞാൻ പിന്നെ വേറൊരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പാർക്കിൻസൺസ് ആണ് ഈ കൈയിന്റെ ഒരു തള്ള വരൽ അന്ന് അനങ്ങുന്നത്. എനിക്ക് എന്റെ കൂടെ ഉള്ളവർക്ക് തന്നെ അങ്ങനെ കാണൂല, പക്ഷെ ആ എനിക്ക് അനുഭവപ്പെടും ഇങ്ങനെ അനങ്ങുന്നതായിട്ട്. പിന്നെ മനസ്സിലായി. ഏതെങ്കിലും ചെറിയ ടൈം മാത്രമേ എനിക്ക് ഇങ്ങനെ അനങ്ങുന്നതായിട്ട് കാണും, ഓക്കെ. ആൾക്കാർക്ക് കാണും. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞത് ഗ്രാജുവലി ഇത് പ്രോഗ്രസ് ആവുന്നതാണ്. ശരി. അപ്പോ പിന്നീട് എനിക്ക് മനസ്സിലായത് പറഞ്ഞാല് അപ്പൊ ഇതിന് പിന്നെ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാല് സ്വാഭാവികമായിട്ട് ഞാൻ ഇതിന്റെ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലായത് ക്രമേണ പിന്നെ ഈ മരുന്ന് ഫലിക്കാത്തൊരവസ്ഥ വരുമെന്ന് മനസ്സിലായി. ഞാൻ കാരണം നേരത്തെ പറഞ്ഞല്ലോ. അതെ അതെ അതെ. ഉം. അപ്പൊ ഞാന് പിന്നെ സത്യത്തില് ഈ അസുഖത്തിന് ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇതില് റിയാസ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റിയാസിന് 38 വയസ്സ് പ്രായമേ ഉള്ളൂ. അതെ പാർക്കിൻസൺസ് പോലെയുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 50 വയസ്സോ 60 വയസ്സിന് താഴെയുള്ള ആൾക്കാർ 100% അത് പാർക്കിൻസൺസിന്റെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ലിവഡോപ്പ തെറാപ്പിയിലേക്ക് പോകണം. അതായത് സെർവൈക്കൽ മൈലോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് കഴുത്തിൽ ഇത്തരത്തില് നമ്മുടെ സ്പൈനൽ കോഡിന് കംപ്രഷൻ വന്നു കഴിഞ്ഞാലും ചില ആൾക്കാരിൽ ഈ കയ്യിൽ വിറയല്, കയ്യിൽ സ്റ്റിഫ്നെസ്, റിജിഡിറ്റി പോലെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇനി ഡോപ്പമിന്റെ കുറവ് കൊണ്ടാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇന്ന് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. FTG സ്കാൻ, ഡോപ്പമിനർജിക് സ്കാൻ, ട്രോഡാറ്റ് സ്കാൻ എന്നൊക്കെ കൊണ്ട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് നോക്കി അതിലും ഡോപ്പമിന്റെ കുറവുണ്ട്, ഈ കഴുത്തിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളെ പോലെയുള്ള ഇത്രയും പ്രായം കുറഞ്ഞിട്ടുള്ള ആൾക്കാർ ലിവഡോപ്പ തെറാപ്പിയിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ടൊക്കെ അതിന് ഭയങ്കരമായിട്ട് ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാകും. അതെ അതെ. അപ്പൊ അതിന്റെ റിയാസ് ഒരു കാര്യം ചെയ്യൂ, ഒന്ന് സമയം പോലെ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യൂ. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ MRIയും എല്ലാം ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്താം കേട്ടോ. ഓക്കെ സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? അപ്പൊ അതില് ഈ പിന്നെ ഈ പെറ്റ് സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാനിങ് ഉണ്ടല്ലോ, ആ അതാണോ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുക? ഒരു ഒരു 30,000 രൂപയോളം എനിക്ക് പറഞ്ഞു ക്യാഷ്, ഞാനിങ്ങനെ ഒരു ആസ്ട്രമിംസിലെ ഡോക്ടറെ കാണിച്ചപ്പോൾ. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു എറണാകുളം, കോഴിക്കോടൊക്കെ ഒരു 20,000 21,000 രൂപയാണ് ഈ FTG പെറ്റ് സ്കാനിന് വരുന്നത്. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഡോപ്പമിൻ കുറവുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് തന്നെയാണത്. അതെ, ഞാൻ ആശാക്കി സാറിനാ കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ അവർ പറഞ്ഞത് അത് ചെയ്താൽ തന്നെ നിനക്ക് മരുന്ന് ചെയ്തൂല, കാരണം ഈ ആ മരുന്ന് ജീവിതത്തിന്റെ ഒരു ക്രൈസിസ് സമയത്ത് കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അതെ. അതെ. ഓക്കെ, എന്തായാലും നമുക്കൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാൻ റിയാസ് ഒന്ന് ബുക്ക് ചെയ്താൽ മതി. ഞാൻ വിശദമായിട്ട് കണ്ടിട്ട് ഞാൻ വിശദമായിട്ട് സംസാരിക്കാം കേട്ടോ. ഓക്കെ സാറേ, അപ്പൊ ഞാൻ ഓൺലൈൻ കൺസൾട്ട്. ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ? ഉണ്ട്. ഹലോ. അതെ, ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാൻ നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒന്ന് പറഞ്ഞല്ലോ. 9633 9633 ഹലോ വെയിറ്റ്. അയ്യർ രാധാകൃഷ്ണൻ സാർ ഒന്ന് മ്യൂട്ട്. ഞാൻ ഈ പേഷ്യന്റിനോട് ഒന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ തിരിച്ചു വരാം. ഓക്കെ. ഹലോ, ജാസ്മിൻ നസീർ അല്ലേ? അതെ. നമ്പർ നോട്ട് ചെയ്തോളൂ. 7034 99 2442. അതെ. ഓക്കെ. താങ്ക് യു. രാധാകൃഷ്ണൻ സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ
സർ മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ശരിയായില്ലേ? ആ കേൾക്കാം, പറയൂ. 9633. സാറിന്റെ നമ്പർ ഇവിടെ ഉണ്ട്. ഈ നമ്പർ ഉണ്ടല്ലോ, ഉണ്ടാവില്ലല്ലോ. 9633. ശരി. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ആ ഡോക്ടർ, ഈ നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൈകളിലും കാലുകളിലും പ്രോപ്പർ കൺട്രോളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നില്ല. എന്താ കാരണം വെച്ചാല്, ഞാൻ അന്ന് ദുബായിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകളും കാലുകളും കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം കൃത്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പാർക്കിൻസൺസിൽ ഒരുപാട് ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ. കേൾക്കാമോ? വിജയനാണ് പറയുന്നത്. നമസ്കാരം, പറയൂ. ഞാന് പിന്നെ ഒരു ബെൻസോഡൈസപ്പാൻ അടങ്ങിയ കുറെ ഗുളിക കഴിച്ചിട്ടുണ്ട് ഒരുപാട് കാലം. അതുകൊണ്ടാണ് എനിക്ക് പാർക്കിൻസൺ വന്നതെന്നാണ് പറയുന്നത്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ലോങ് ടേം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അത് ആ മരുന്ന് നിർത്തിയാൽ തന്നെ അത് പ്രധാനമായിട്ട് അതങ്ങ് മാറൂല. ഇപ്പോൾ ഞാനത് കഴിക്കുന്നുണ്ട്. അത് നമുക്ക് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല. ഗ്രാജുവലി ഇത് കുറച്ചു കൊണ്ടുവരണം. ആയിക്കോട്ടെ സാർ, ഞാനിപ്പോ ഡോക്ടർ ചികിത്സ തേടുന്നുണ്ട്. ആയിക്കോട്ടെ, അത് ഞാൻ അഡ്വൈസ് ചെയ്യാം, പേടിക്കണ്ട. നമുക്ക് നോക്കാം, നമുക്ക് ബാൻഡേജ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ജാസ്മിൻ പറയൂ. എന്റെ ഹസ്ബൻഡിനാണ് ഈ രോഗം. 62 വയസ്സുണ്ട്. 4 സിൻഡോപ്പ പ്ലസ് ഇപ്പൊ കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഈ മൈഡോപ്പ എങ്ങനെയാണ് അത്? ഞാൻ പറയാം. ഞാനിപ്പോ തന്ന നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. അതിൽ നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും പേഷ്യന്റ് ഇപ്പൊ കഴിക്കുന്ന മരുന്നും അവരുടെ നിലവിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഒഴിവിനനുസരിച്ചിട്ട് ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ഷെഡ്യൂൾ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് 2 മിനിറ്റും കൂടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാൻ. നമ്മൾ 7 മണി മുന്നേ 7:30 ആവുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്, ശുഭരാത്രി.